പീപ്പിൾ TV എക്സ്ക്ലൂസീവ്. സംസ്ഥാനത്ത് അനധികൃത ബാറുകൾ പ്രവർത്തിപ്പിക്കുന്നതായി പീപ്പിൾ വാർത്താ സംഘത്തിന്റെ കണ്ടെത്തൽ. 5 സ്റ്റാർ ബാർ ലൈസൻസിന്റെ മറവിൽ 5 സ്റ്റാർ ഹോട്ടലുകളിലാണ് അനധികൃത ബാറുകൾ പ്രവർത്തിക്കുന്നത്. ബാറുകളുടെ നിയമലംഘനത്തിന്റെ തെളിവുകൾ പീപ്പിൾ TV ഇതാ പുറത്തുവിടുന്നു. സംസ്ഥാനത്ത് 5 സ്റ്റാർ ഹോട്ടലുകളിൽ അനധികൃത ബാറുകൾ പ്രവർത്തിക്കുന്നുവെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പീപ്പിൾ വാർത്താ സംഘം സത്യാവസ്ഥ തേടിയിറങ്ങിയത്. തിരുവനന്തപുരം കടനംകുളത്തുള്ള ലേക്ക് പാലസ് ഹോട്ടലിലെത്തിയ ഞങ്ങൾ ആദ്യം ബാറിന്റെ കാര്യം റിസപ്ഷനിൽ ചോദിച്ചു. അവിടെയുണ്ടായിരുന്ന ജീവനക്കാരൻ എക്സിക്യൂട്ടീവ് ബാറിലേക്കാണ് ഞങ്ങൾക്ക് വഴികാട്ടിയത്. എക്സിക്യൂട്ടീവ് ബാറിലെത്തിയപ്പോൾ അവിടെ യാതൊരു വിദേശ മദ്യവും എക്സിബിറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. സംശയം കൊണ്ട് ചോദിച്ച ഞങ്ങളോട് ലോക്കൽ ബാർ തൊട്ടടുത്ത റൂമിലുണ്ടെന്നും അവിടെ പോകുന്നതാണ് ഇവിടത്തേക്കാൾ സാമ്പത്തികമായി ലാഭമെന്നും ബാർ ജീവനക്കാരൻ പറഞ്ഞു. ലോക്കൽ ബാറിലെത്തിയ ഞങ്ങളെ ഞെട്ടിച്ചത് 5 സ്റ്റാർ ഹോട്ടലിൽ പ്രവർത്തിക്കുന്ന ലോക്കൽ ബാറിന്റെ പോലും നിലവാരമില്ലാത്ത കൗണ്ടറിൽ നിന്നുപോലും മദ്യപിക്കുന്നവരൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ബാറിന്റെ കാഴ്ചയായിരുന്നു. ഇവിടെ മദ്യം വേണമെങ്കിൽ ആദ്യം കൗണ്ടറിൽ പോയി ആവശ്യമുള്ള മദ്യത്തിന്റെ പേര് പറഞ്ഞ് പണം നൽകി ബില്ലുമായി വരണം. അതിനുശേഷം ഈ ബില്ലുമായി മദ്യം വിളമ്പുന്ന കൗണ്ടറിലെത്തി മദ്യം വാങ്ങി അവിടെ നിന്ന് കഴിക്കുകയോ മുൻവശത്തിട്ടിരിക്കുന്ന കസേരകളിൽ ഇരുന്ന് കഴിക്കുകയോ ചെയ്ത് മടങ്ങണം. നൂറുകണക്കിന് മത്സ്യത്തൊഴിലാളികളാണ് ദിവസവും ഈ സ്റ്റാർ ഹോട്ടലിന്റെ പുറത്തുള്ള ഊടുവഴിയിലൂടെ മദ്യപിക്കാനായി എത്തുന്നത്. മദ്യത്തിന്റെ ബില്ല് ചോദിച്ച ഞങ്ങൾക്ക് ഒരു തുണ്ടു കടലാസിൽ തുക രേഖപ്പെടുത്തി ജീവനക്കാരൻ നൽകുകയായിരുന്നു. കൂടുതൽ പേരും ഇവിടെ നിന്ന് മദ്യം പാഴ്സലായി വാങ്ങി മടങ്ങുന്നതും ഞങ്ങളുടെ ഒളി ക്യാമറയിൽ പതിഞ്ഞു. എക്സൈസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് 15 കിലോമീറ്റർ ദൂരത്തിലും കടനംകുളം പോലീസ് സ്റ്റേഷനിൽ നിന്ന് 300 മീറ്റർ അകലെയുമാണ് ഈ നിയമലംഘനം നടക്കുന്നത് എന്നത് ഉന്നത ഉദ്യോഗസ്ഥരുടെയും ബാർ ഉടമകളുടെയും അവിശുദ്ധ ബന്ധമാണ് വെളിപ്പെടുത്തുന്നത്. ഒരു ലോക്കൽ ബാറിൻ്റെ സെറ്റപ്പിലുള്ള മദ്യ കച്ചവടമാണ് ഇവിടെ നടക്കുന്നത്. സാധാരണക്കാരായിട്ടുള്ള ഒട്ടേറെ ആളുകളാണ് ഇവിടെ ദിവസവും മദ്യപിച്ച് പോകുന്നത്. രാവിലെ 7:30 പ്രവർത്തനം ആരംഭിക്കുന്ന ഈ ബാറ് ആണ് 5 സ്റ്റാർ കാറ്റഗറിയിൽപ്പെട്ട സർക്കാർ ലൈസൻസ് കൊടുത്ത് ഇപ്പോഴും പ്രവർത്തിക്കുന്നത്. എക്സൈസ് അധികാരികളും അതുപോലെ മറ്റെല്ലാവരും കണ്ണടച്ചുകൊണ്ടുള്ള ഒരു സമീപനം തന്നെയാണ് ഇതിനുള്ളിൽ ഒന്നതും ശ്രദ്ധേയമാണ്. ക്യാമറാമാൻ ദേവദത്തിനൊപ്പം സുനിൽ അരിമാനൂർ. തീർച്ചയായും സുനിൽ അരിമാനൂർ തന്നെ ചേരുന്നു. സുനിൽ, ഗുരുതരമായ നിയമലംഘനം, മദ്യ ഉപഭോഗം കുറയ്ക്കാനുള്ള മദ്യനയത്തിൻ്റെ ഭാഗമായി 5 സ്റ്റാർ ബാറുകളിൽ നിലവാരം പ്രശ്നമാകുന്നില്ല, ഒപ്പം പ്രത്യേക കൗണ്ടറുകളിലൂടെ ലോക്കൽ ബാറുകൾ നടപ്പാക്കുന്നു. ഒരുപക്ഷെ സാധാരണക്കാർ ലുങ്കി കൗണ്ടർ എന്ന ഓമന പേരിലാണ് ഇതിനെ വിളിക്കാറും. ഇത് വലിയ പതിവായി 5 സ്റ്റാറുകൾ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് ദൃശ്യങ്ങൾ തന്നെ ബോധ്യമാക്കുന്നു. എന്തൊക്കെ നിയമലംഘനങ്ങൾ? തീർച്ചയായും അജിംഷാദ് പറഞ്ഞതുപോലെ തന്നെ ലുങ്കി കൗണ്ടറാണ് നമുക്ക് ഈ തിരുവനന്തപുരം കടനംകുളത്തെ ലേക്ക് പാലസ് 5 സ്റ്റാർ ഹോട്ടലിൽ കാണാൻ സാധിച്ചത്. ഇതുപോലെ തന്നെയാണ് സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ചില 5 സ്റ്റാർ ഹോട്ടലുകളിൽ ഇത്തരത്തിൽ ലുങ്കി കൗണ്ടറുകൾ സജീവമായി ഇപ്പോഴും തുടരുന്നത്. ഈ വാർത്ത ഇത്തരത്തിലുള്ള ഒരു വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇത്തരത്തിലൊരു അന്വേഷണം നടത്തുകയും വളരെ ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങൾ തന്നെയാണ് നമുക്ക് ലഭിക്കുകയും ചെയ്തിട്ടുള്ളത്. അതാണ് നമ്മളിപ്പോൾ പ്രേക്ഷകർക്ക് മുന്നിൽ ഒളി ക്യാമറ ദൃശ്യം അതിപ്പോൾ പ്രേക്ഷകർക്ക് മുമ്പിൽ കാണിക്കുന്നത്. കാരണം സാധാരണ മുൻകാലത്ത്, അതായത് സംസ്ഥാനത്ത് നിലവാരമില്ലാ ബാറുകൾക്ക് എന്ന് സുപ്രീം കോടതിയിൽ പരാതി വരുന്ന ഒരു സാഹചര്യം, വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ മദ്യം വിളമ്പുന്നു, അത്തരത്തിലുള്ള ബാറുകളാണ് സംസ്ഥാനത്തുള്ളത് എന്നുള്ള പരാതി സുപ്രീം കോടതിയിൽ വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിൽ ബാറുകൾ തന്നെ 2, 3, 4 അടക്കം ബാറുകൾ പൂട്ടേണ്ട ഒരു സാഹചര്യവും സർക്കാർ അത്തരത്തിൽ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഒടുവിൽ 5 സ്റ്റാർ ഹോട്ടലുകൾക്ക് മാത്രം ബാർ ലൈസൻസ് എന്ന രീതിയിൽ എത്തുകയും ചെയ്തത്. അപ്പോൾ ഈ ഒരു തീരുമാനത്തെ അട്ടിമറിക്കുന്ന തരത്തിൽ തന്നെയാണ് ഹോട്ടൽ ഉടമകൾ ഇത്തരത്തിൽ ലോക്കൽ ബാറുകൾ ഈ 5 സ്റ്റാർ ഹോട്ടലിനകത്ത് ഉറപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. നമ്മൾ അവിടെ ചെന്നപ്പോൾ ആദ്യം റിസപ്ഷനിൽ ചോദിച്ചപ്പോൾ അവർ എക്സിക്യൂട്ടീവ് ബാറാണ് കാണിച്ചതെന്ന്. നമ്മൾ ബാർ എവിടെ എന്ന് മാത്രമാണ് ചോദിച്ചത് നമ്മുടെ വാർത്താ സംഘം. അപ്പോൾ എക്സിക്യൂട്ടീവ് ബാർ ചൂണ്ടിക്കാട്ടി. എക്സിക്യൂട്ടീവ് ബാറിനകത്ത് പോയപ്പോൾ അവിടെ യാതൊരു തരത്തിലുള്ള മദ്യവും ഡിസ്പ്ലേ ചെയ്തിട്ടില്ല. വെയിറ്റർ മാത്രം, അവിടുത്തെ ജീവനക്കാരൻ മാത്രമുണ്ട്. മദ്യം നമ്മൾ ഏത് വേണം എന്ന് ചോദിക്കുന്നതനുസരിച്ചാണ് അവിടുന്ന് മദ്യം തരുന്നത്. അത് അത്തരത്തിലുള്ള ഒരു ബാറാണ്. അപ്പോൾ എന്താ ഇവിടെ തിരക്കില്ലേ എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറഞ്ഞത്, നിങ്ങൾക്ക് ഏറ്റവും നല്ലത് തൊട്ടടുത്ത് മറ്റൊരു ബാറുണ്ട്, അവിടെ ആവുമ്പോൾ വില കുറവുണ്ട്, നിങ്ങൾക്ക് സാമ്പത്തികമായി നല്ലത് അതാണ് എന്നുള്ള തരത്തിലായിരുന്നു ഒരു ഉപദേശമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. അവിടെ നിന്ന് ഞങ്ങൾ തൊട്ടടുത്ത ബാറിലേക്ക് ഈ ജീവനക്കാരൻ തന്നെ നമ്മളെ കയറ്റി വിടുകയായിരുന്നു. അവിടെ ചെന്നപ്പോഴാണ് വളരെ സാധാരണ നേരത്തെ സംസ്ഥാനത്ത് പ്രവർത്തിച്ചിരുന്ന ലോക്കൽ ബാറുകളെക്കാൾ ദയനീയമായ സ്ഥിതിയുള്ള ബാറുകൾ, അതായത് പല ദിവസങ്ങളിലായി തന്നെ നിറച്ചു വെച്ച ബോട്ടിലുകളിലെ വെള്ളം, ഇവർക്ക് ഒഴിച്ച് മദ്യം കഴിക്കുന്നതിന് വേണ്ടിയുള്ള വെള്ളം, അതുപോലെ വൃത്തിഹീന സാഹചര്യത്തിലുള്ള ടച്ചിങ്സ് എന്ന് പറഞ്ഞ് നൽകുന്നത്, അച്ചാർ, അത്തരത്തിലുള്ള സംവിധാനം, അവിടെ യാതൊരു തരത്തിലുള്ള ക്ലീനിങ് ഒന്നും
നടത്താത്ത തരത്തിൽ 2-3 ടേബിളുകൾ ഇട്ടിരിക്കുന്നു. ഇവിടെ ആദ്യം ചെന്ന് മദ്യം ചോദിക്കുമ്പോൾ അവർ കൗണ്ടറിൽ പോയി നമുക്ക് ആവശ്യമുള്ള മദ്യം ഏതാണ് എന്ന് പറഞ്ഞ് പൈസ അടയ്ക്കണം. അതടച്ച് ബില്ലും കൊണ്ട് കൗണ്ടറിൽ വരുമ്പോൾ അവിടെ നിന്ന് മദ്യം പെഗ്ഗിൽ ഒഴിച്ചു തരുന്ന കാഴ്ചയാണ് നമ്മളവിടെ കണ്ടത്. അതുപോലെ അത്തരത്തിൽ അവിടെ നിന്ന് കൗണ്ടറിൻ്റെ സമീപത്ത് നിന്ന് കഴിച്ച് മടങ്ങുന്ന ഒരുപാട് ആളുകൾ നമ്മൾ കണ്ടു. അതോടൊപ്പം തന്നെ പാഴ്സൽ വാങ്ങിപ്പോകുന്നവരും ഒരുപാട് ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. അല്ലാതെ കുറച്ച് പേർ ഇവിടെ നിന്ന് മദ്യം വാങ്ങി വെള്ളവുമൊക്കെ ശേഖരിച്ച് ടേബിളുകളിലിരുന്ന് കഴിച്ച് മടങ്ങുന്ന കാഴ്ചയും ഈ ഹോട്ടൽ ലേക്ക് പാലസിൽ കാണാവുന്നതാണ്. മറ്റൊരു കാര്യം അജിംഷാദെ, അവിടെ ഈ എല്ലാവരും കൈലി ഉടുത്ത് സാധാരണ മത്സ്യത്തൊഴിലാളികൾ, പ്രത്യേകിച്ച് കഠിനംകുളം മേഖലയിലുള്ള തീരദേശ മേഖലയെ ലക്ഷ്യമാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ബാറ് എന്നുള്ളത് തന്നെയാണ് ഇതിനെ നമുക്ക് പറയേണ്ടി വരിക. അത്തരത്തിൽ മത്സ്യത്തൊഴിലാളികളാണ് കൂടുതലും ഇവിടേക്ക് വരുന്നത്. അവരെല്ലാം കൈലി ഉടുത്തുകൊണ്ട് തന്നെയാണ് ഇവിടേക്ക് വരുന്നത്. അല്ലാതെ മറ്റൊരു തരത്തിൽ ഉള്ള ഒരു ആഡംബര വസ്ത്രമൊന്നും ധരിച്ചിട്ടുള്ളവരെ അല്ല ഈ 5 സ്റ്റാർ ഹോട്ടലിനകത്ത് പ്രവർത്തിക്കുന്ന ഈ ബാറിനകത്ത് കാണാൻ കഴിയുന്നത്. നമുക്ക് എന്നല്ല, ഈ വാർത്ത കാണുന്ന ആർക്കും അറിയാം ഒരു 5 സ്റ്റാർ ഹോട്ടലിലെ സംവിധാനം എങ്ങനെ, ആ 5 സ്റ്റാർ ഹോട്ടലിൽ എങ്ങനെ നമുക്ക് പ്രവേശിക്കാൻ കഴിയും, ആ 5 സ്റ്റാർ ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ ലഭിക്കുന്ന ഒരു അവിടുത്തെ സൗകര്യങ്ങൾ, നമുക്ക് ഏതൊക്കെ സൗകര്യങ്ങളുണ്ടെന്ന് പറയുന്നതിൽ നിന്ന് തികച്ചും ഘടകവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ കാണുന്നത്. ഇവിടെ മറ്റൊരു കാര്യം പ്രധാനമായിട്ട് സൂചിപ്പിക്കേണ്ടത്, സാധാരണ ഒരു 5 സ്റ്റാർ ഹോട്ടലിലാണെങ്കിൽ പ്രധാനപ്പെട്ട കവാടമുണ്ടാകും, അവിടെ പരിശോധനയൊക്കെ ഉണ്ടാകും. 5 സ്റ്റാർ ഹോട്ടൽ നമുക്കറിയാം, താജും ലീലയും അടക്കമുള്ള വലിയ 5 സ്റ്റാർ ഹോട്ടൽ ഇവിടെ എല്ലാം പ്രവർത്തിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള 5 സ്റ്റാർ ഹോട്ടലിലേക്ക് പ്രധാന ഒരു കവാടം, അവിടെ പരിശോധനയൊക്കെ കഴിഞ്ഞ് ശേഷമായിരിക്കും റിസപ്ഷനിലേക്ക് പോവുക. അവിടെ നിന്നാണ് ബാറിലേക്കുള്ള പ്രവാഹം. അതൊന്നുമല്ല, ഈ മതിലിൻ്റെ തൊട്ടടുത്ത്, അതായത് കോമ്പൗണ്ടിന് തൊട്ടടുത്തൊരു ഊട് വഴി ഈ ബാറിലേക്ക് ഇട്ടിരിക്കുകയാണ്. അവിടെ ഒരു എൻട്രി, അവിടെ ഒരു വാതിൽ കൊടുത്തിട്ടുണ്ട്. അതുവഴിയാണ് ഈ ആളുകളെല്ലാം തന്നെ ഈ ഊടുവഴിയിലൂടെ പോയി അവിടേക്ക് പോയി മദ്യം കഴിച്ച് തിരിച്ചു മടങ്ങുന്നു. മറ്റൊരു കാര്യം ഇതിനോടൊപ്പം വെക്കാനുള്ളത്, ഈ ഊടുവഴിയുടെ നേരെയായി ഒരു ഓട്ടോ സ്റ്റാൻഡ് പ്രവർത്തിക്കുന്നു. ഇവിടെ നിന്ന് ഇറങ്ങുന്ന മദ്യപിച്ച് നടക്കാനോ അല്ലെങ്കിൽ യാത്ര ചെയ്യാനോ ബുദ്ധിമുട്ടായി വരുന്ന ആളുകളെ കൊണ്ടുപോകുന്നതിന് വേണ്ടി എപ്പോഴും സന്നദ്ധത പ്രകടിപ്പിച്ചുകൊണ്ട് 10-15 ഓട്ടോയാണ്. നമ്മൾ ഒരിടവും കാണാത്തതാണ് ഒരു 5 സ്റ്റാർ ഹോട്ടലിന് മുമ്പിൽ ഒരു ഓട്ടോ സ്റ്റാൻഡ് എന്ന് പറയുന്നത്. കാരണം അവരുടെ ഫുൾ സെക്യൂരിറ്റി വിങ്ങിലും അവരുടെ തന്നെ ഫുൾ നിയന്ത്രണത്തിലുമായിരിക്കും ആ പരിസര പ്രദേശങ്ങളൊക്കെ. അപ്പോൾ അതിന് മുമ്പിലായിട്ട് ഒരു ഓട്ടോ സ്റ്റാൻഡ് സമാന്തരമായി പ്രവർത്തിക്കുന്നു. നമ്മൾ പോകുമ്പോൾ തന്നെ മദ്യപിച്ചിറങ്ങുന്നവർ ഓട്ടോയിൽ വരുന്നു പോകുന്നു എന്നുള്ളതാണ്. ഇനി ഇതിനകത്ത് പറയാനുള്ള നിയമലംഘനം സമയമാണ്. സാധാരണ ബിവറേജസിൻ്റെയും ബാറുകളും പ്രവർത്തിക്കുന്ന സമയത്തിന് വിരുദ്ധമായിട്ടുള്ള സമയമാണ്. ചില ദിവസങ്ങളിൽ 7:30, ചില ദിവസങ്ങളിൽ 8:30. ഇത് ഇത്തരത്തിലാണ് ഈ ബാറിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത്. വൈകി 11-12 മണിക്ക് വരെ ഈ ബാർ അടയ്ക്കുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ നിയമലംഘനം എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള നിയമലംഘനങ്ങൾ പ്രത്യക്ഷത്തിൽ നടക്കുമ്പോൾ തന്നെയാണ് അധികാരികൾ കണ്ണടയ്ക്കുന്നത് എന്നുള്ളതും നമുക്ക് പറയാതെ വയ്യ. മറ്റൊരു കാര്യം, ഏത് 5 സ്റ്റാർ ഹോട്ടൽ എടുത്തു കഴിഞ്ഞാലും അവിടെ ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള വിദേശ മദ്യം ഉണ്ടാകും. ഏത് 5 സ്റ്റാർ ഹോട്ടലിൽ പോയി കഴിഞ്ഞാലും ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള മദ്യം അവിടെ ഉണ്ടാകും. പക്ഷേ ഇവിടെ അത്തരത്തിൽ യാതൊരു മദ്യവും ലഭ്യമല്ല എന്നുള്ളത് വെയിറ്റ് തന്നെയാണ് നമ്മളോട് പറഞ്ഞത്. അത്തരത്തിലുള്ള മദ്യം അതുപോലെ തന്നെ സുനിൽ, വളരെ ഗുരുതരമായ ചില നിയമലംഘനങ്ങൾ പ്രഥമ ദൃഷ്ട്യാ പോലും ബോധ്യമാകുന്നത്. നോക്കൂ, 180 രൂപ പെഗ്ഗിന് വാങ്ങിക്കുന്ന ഇടത്ത് 70 രൂപ മാത്രമേ ഉള്ളൂ. എങ്ങനെയാണ് 5 സ്റ്റാർ ബാറിന് ഇത്തരത്തിൽ ടാക്സുകളും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അഡീഷണൽ ചാർജുകളും ഒഴിവാക്കി നൽകാനാകുന്നത്? അങ്ങനെ ഒഴിവാക്കി നൽകാനാകുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായും അവിടെ നിയമലംഘനം നടക്കുന്നു എന്ന് തന്നെയല്ലേ ബോധ്യമാകേണ്ടത്? തീർച്ചയായും. കാരണം നമുക്ക് ഏതെങ്കിലും 5 സ്റ്റാർ ഹോട്ടലിൽ പോയി മദ്യപിച്ചിട്ടുള്ള ഒരു വ്യക്തിക്ക് കൃത്യമായി അറിയാൻ പറ്റും. കാരണം ഒരു പെഗ്ഗിന് എത്ര രൂപ എന്നുള്ളത് കൃത്യമായി അറിയാം. അതും ഇമ്പോർട്ടഡ് ഐറ്റം ആണെങ്കിൽ അത് പെഗ്ഗിന് 1000-800 അതിന് മുകളിലുള്ള വിദേശ മദ്യങ്ങൾ ഉണ്ട്. അതുപോലെ അതിന് താഴെ ഏറ്റവും കുറഞ്ഞ മദ്യം എന്ന് പറയുന്നത് അവിടെ ലഭിക്കുന്നത് അതുപോലെ വില നിലവാരം ഉള്ള മദ്യം തന്നെയായിരിക്കും. പക്ഷേ ഇവിടെ പെഗ് റേറ്റ് എന്ന് പറയുന്നത് ഞെട്ടിപ്പിക്കുന്നതാണ്. കാരണം നമുക്ക് കുറച്ച് മദ്യങ്ങളുടെ ഇനത്തിൻ്റെ റേറ്റ് മാത്രമേ നമുക്ക് അവിടെ നിന്ന് ഈ ഒരു ക്യാമറയിലൂടെയും അവിടെ നിന്ന് അവരുന്ന് വിവരം ശേഖരിച്ചെടുക്കാനായിട്ടുള്ളൂ. അത്തരത്തിലുള്ള മദ്യങ്ങളുടെ വിവരം നമ്മൾ വിശദമായി തന്നെ പറയുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഇതിനകത്ത് ഇവിടെ 150 രൂപ വിലയുള്ള ഒരു ബ്രാൻഡി 60 ml എക്സിക്യൂട്ടീവ് ബാറിൽ 150 രൂപയാണെങ്കിൽ 70 രൂപ മാത്രമേ ഈ ബാറിലുള്ളൂ. അതെങ്ങനെയാണ് നടക്കുന്നത്? എക്സിക്യൂട്ടീവ് ബാറിൽ ഒരു നിശ്ചിത റേറ്റിൽ ഫുഡും അതുപോലെ ടാക്സ് ഉൾപ്പെടെ ഈടാക്കിക്കൊണ്ട് നടത്തുമ്പോഴാണ് ഈ ഇതിനകത്തുള്ള ഒരു ബാറിൽ അവർ കൊടുക്കുന്ന റേറ്റ് 150 രൂപ. അതേ സാധനം മറ്റൊരു ബാർ ലോക്കൽ സെറ്റപ്പ് എന്നുള്ള രീതിയിൽ എത്തുന്നവർക്ക് 70. അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് അത്തരത്തിൽ ബാറുകൾ വരാം. അത് എക്സൈസ് ഉദ്യോഗസ്ഥർ അത്തരത്തിലുള്ള കാര്യങ്ങൾ സ്ഥിരീകരിക്കുന്നുണ്ട്. തീർച്ചയായും എക്സൈസ് ഉദ്യോഗസ്ഥർ സ്ഥിരീകരിക്കുമ്പോൾ തീർച്ചയായും 5 സ്റ്റാർ ബാറുകൾ നടത്തുന്ന നിയമലംഘനങ്ങൾ ആരുടെ ഒത്താശയോടെയാണ്? കാണാം, 5 സ്റ്റാർ ഹോട്ടലുകളിൽ അനധികൃത മദ്യവിതരണം കൗണ്ടറുകളിൽ പാടില്ലെന്നും ബാറിൽ പ്രവേശിക്കുന്നതിന് മാത്രമായി പ്രത്യേക വഴി ഉപയോഗിക്കുന്നത് നിയമവിരുദ്ധമാണെന്നും എക്സൈസ് കമ്മീഷണർ അനിൽ സേവ്യറും എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ സെലിം കുമാറും വ്യക്തമാക്കുന്നു.
സംസ്ഥാനത്തെ എല്ലാ 5 സ്റ്റാർ ഹോട്ടലുകളിലെ ബാറുകളിലും ബിയർ ആൻഡ് വൈൻ പാർലറുകളിലും കൃത്യമായി പരിശോധന നടത്തുന്നുണ്ടെന്ന വാദമാണ് എക്സൈസ് കമ്മീഷണറും അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ എൻഫോഴ്സ്മെന്റ് വിഭാഗവും അനധികൃത ബാറുകളുടെ പ്രവർത്തനത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് മുന്നോട്ട് വെച്ചത്. 5 സ്റ്റാർ ഹോട്ടലുകളിൽ മദ്യവിതരണ കൗണ്ടർ സംവിധാനം പാടില്ലെന്നും ബാറിന്റെ പ്രവേശന കവാടമായി ഊടുവഴി പാടില്ലെന്നും എക്സൈസ് കമ്മീഷണർ അനിൽ സേവ്യർ പറയുന്നു. പ്രത്യേക വഴിയൊക്കെ അങ്ങനെ ചെയ്യാൻ പ്രൊവിഷൻ അങ്ങനെയൊന്നും ഇടാൻ പറ്റത്തില്ല. വഴിയൊന്നും ഇടാൻ പറ്റത്തില്ല. അതായത് ഒരു ഒറ്റ ആ ഹോട്ടലിൽ ഒറ്റ ഇതായിരിക്കും, അതിനകത്ത് ഓരോ അവര് പൈസ അടച്ചിട്ട് ഓരോ സെക്ഷനിലും മദ്യം കൊടുക്കാന്നുള്ളത്. അതെ അതെ. അല്ലാതെ പ്രത്യേകിച്ച് ഒരു കൗണ്ടർ തുടങ്ങിയിട്ട് അവിടെ വേറൊരു എൻട്രി പാടില്ല. അതേസമയം അനധികൃത ബാറുകളുടെ പ്രവർത്തനം ശ്രദ്ധയിൽപ്പെട്ടാൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും ബാർ പൂട്ടിക്കുമെന്നും ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ എൻഫോഴ്സ്മെന്റ് വിഭാഗം സലിം കുമാർ വ്യക്തമാക്കുന്നു. സാർ, അപ്പോൾ ഒരു സംശയം, നമ്മൾ ഈ 5 സ്റ്റാർ ഹോട്ടലില്ലേ സാറേ, നമ്മൾ ഈ കൗണ്ടർ പാടുണ്ടോ? അങ്ങനെ അത് എന്റെ നിയമം അങ്ങനെ അല്ല, അതിൽ പെർമിറ്റിൽ പറയുന്നുണ്ട് കൗണ്ടർ, അതിൽ കൗണ്ടർ വരൂല്ല, പക്ഷെ വരാൻ സാധ്യതയില്ല. അതിൽ നമ്മൾ റൂളില് പെർമിറ്റ് കൊടുക്കുന്നതിൽ ഈ കൗണ്ടർ ബാറിൽ ഉണ്ടാവില്ല. കൗണ്ടർ 5 സ്റ്റാറിൽ വരില്ല. കാര്യം കൗണ്ടർ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം അവിടെ വരില്ല. കാര്യം അവിടെ വരുന്ന എല്ലാം ഒരു VIP ആൻഡ് VVIP മോഡലാണല്ലോ. അവരാരും ഈ കൗണ്ടറിൽ പോകാൻ സാധ്യതയില്ല എന്നാണ് എന്റെ അറിവ്. അങ്ങനെ എന്തെങ്കിലും പരിശോധന നടത്തിയിട്ടുണ്ടോ സാർ തിരുവനന്തപുരത്ത്? അങ്ങനെ വല്ല നടക്കുന്നതായിട്ട് വല്ല അറിവിൽപ്പെട്ടിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നു നടത്തി എന്നുള്ളതാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഈ അടുത്ത സമയത്ത് ഏതോ ഒരു 5 സ്റ്റാറിൽ ഒരു പ്രത്യേക കൗണ്ടർ തുടങ്ങി പോലീസ് അടച്ചല്ലോ, തൃശ്ശൂരാ. തിരുവനന്തപുരത്ത് ഏതെങ്കിലും ഉണ്ടോ സാറ്? ഇല്ല. അതിനുശേഷം എല്ലാം പിന്നെ പരിശോധനയ്ക്ക് വിധേയമായിട്ടുണ്ട്. കൗണ്ടർ ഓപ്പൺ ചെയ്യില്ല. കൗണ്ടർ ഓപ്പൺ ചെയ്ത് നമ്മൾ അറിഞ്ഞാൽ അപ്പോഴേ പൂട്ടിക്കും. എന്നാൽ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പരിശോധന ശക്തമാക്കിയിട്ടുണ്ടെന്ന് പറയുന്ന എക്സൈസ് ഉദ്യോഗസ്ഥർ ഹോട്ടൽ ലേക്ക് പാലസിലെ ഈ അനധികൃത ബാറിന് നേരെ കണ്ണടയ്ക്കുകയാണ്. ബാറുകളിലും ബിയർ ആൻഡ് വൈൻ പാർലറുകളിലും കൃത്യമായി പരിശോധന നടത്തുന്നുവെന്ന എക്സൈസ് ഉദ്യോഗസ്ഥരുടെ വാദമാണ് ഈ ഹോട്ടൽ ലേക്ക് പാലസിലെ അനധികൃത ബാറിന്റെ പ്രവർത്തനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മദ്യദുരന്തം ഉണ്ടാകുമ്പോഴായിരിക്കും ഇത്തരം ഉദ്യോഗസ്ഥർ ശക്തമായ നിയമ നടപടികളിലേക്ക് പോവുക. ക്യാമറാമാൻ ദേവദത്തിനൊപ്പം സുനിൽ അരിമാനു. തീർച്ചയായും വളരെ ഗൗരവമായ കാര്യങ്ങൾ. സുനിൽ അരിമാനൂരിലേക്ക് തന്നെ, ഞങ്ങളുടെ പ്രതിനിധിയിലേക്ക് തന്നെ എത്തിയാൽ. സുനിൽ, യഥാർത്ഥത്തിൽ ഈ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ ഏമാൻ അറിഞ്ഞിട്ടില്ല ഇത്തരത്തിൽ തിരുവനന്തപുരത്തും കൊല്ലത്തും അല്ലെങ്കിൽ പല ജില്ലകളിലും വ്യാപകമായി ഇത്തരത്തിൽ 5 സ്റ്റാർ ബാറുകളിൽ ലുങ്കി കൗണ്ടറുകൾ ഉള്ള കാര്യം. അദ്ദേഹം നമ്മോട് പറയുന്നത് എന്ത്? വിശദീകരിക്കൂ. അജിംഷാദ്, അദ്ദേഹം പറയുന്ന കാര്യത്തിന് മുമ്പായിട്ട് ഈ ബാറും അല്ലെങ്കിൽ ഈ 5 സ്റ്റാർ ബാർ അല്ലെങ്കിൽ 5 സ്റ്റാർ ഹോട്ടലും എക്സൈസിൻ്റെ തലസ്ഥാനത്ത് ഉള്ള ഹെഡ് ക്വാർട്ടേഴ്സ് പ്രവർത്തിക്കുന്ന ദൂരം ഏകദേശം 15 കിലോമീറ്റർ ആണ് ഉള്ളത്. രണ്ടാമത്തെ കാര്യം, ഈ ബാറിൽ നിന്ന് തൊട്ട് അകലെ, അതായത് 300 മീറ്റർ മാത്രമാണ് കഠിനംകുളം പോലീസ് സ്റ്റേഷൻ നിലകൊള്ളുന്നത് എന്നുള്ളത്. ഇത് വിശദീകരിച്ച ശേഷം ഇതിലേക്ക് തന്നെ വരാം. അതായത് ഇവിടെ എക്സൈസ് കമ്മീഷണർ പറയുന്ന അനിൽ സേവ്യർ പറയുന്നത് 5 സ്റ്റാർ ഹോട്ടലുകളിൽ പ്രത്യേക കൗണ്ടറുകൾ പാടില്ല എന്നുള്ളത് തന്നെയാണ്. അതോടൊപ്പം പ്രത്യേക വഴി ബാറിന് വേണ്ടി തുറന്നു കൊടുക്കാനും പാടില്ല, അത് നിയമവിരുദ്ധമാണ്. ഇത്തരത്തിൽ തിരുവനന്തപുരത്തോ അല്ലെങ്കിൽ സംസ്ഥാനത്ത് എവിടെയെങ്കിലും ഇത്തരത്തിൽ ബാറുകൾ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞത്, അതിനകത്ത് നമുക്ക് ശബ്ദം അല്പം കൂട്ടി വെക്കുമ്പോൾ തന്നെ അതിനകത്ത് വ്യക്തമാവുന്നതാണ്. കാരണം ലെവൽ കുറഞ്ഞിരിക്കുന്നുണ്ടാണ് അതിനകത്ത് വരുന്നത്. രണ്ടാമത് ഡെപ്യൂട്ടി കമ്മീഷണർ പറയുന്നത് വളരെ വ്യക്തമായി നമുക്ക് കേൾക്കാവുന്നതാണ്. അതിനകത്ത് അദ്ദേഹം പറയുന്നത് ഈ ബാറുകൾ ഇത്തരത്തിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നിയമ നടപടി സ്വീകരിക്കും, ആ കൗണ്ടറുകൾ പൂട്ടിക്കും എന്നാണ്. അത്തരത്തിൽ പൂട്ടിച്ചിട്ടുണ്ട് എന്നുള്ളത് എക്സൈസിന്റെ ഡെപ്യൂട്ടി കമ്മീഷണർ എൻഫോഴ്സ്മെന്റ്, അവരാണ് കൂടുതൽ പരിശോധന നടത്താനായിട്ട് പ്രത്യേക വിങ്ങായിട്ട് നിയോഗിച്ചിട്ടുള്ളത്. ഈ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥരാണ് മിന്നൽ പരിശോധന 5 സ്റ്റാർ ഹോട്ടലിലടക്കം ബിയർ വൈൻ പാർലറിലടക്കം പരിശോധന നടത്തുന്നത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഘട്ടമാണ്. ഇത്തരത്തിലുള്ള ബാറുകളിലും അതുപോലെ ബിയർ ആൻഡ് വൈൻ പാർലറുകളിലും ശക്തമായ പരിശോധന നടത്തുന്നു എന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ ആവർത്തിച്ച് പറയുമ്പോഴാണ് ഇത്തരത്തിൽ ഒരു കൗണ്ടർ പ്രവർത്തിക്കുന്നില്ല എന്ന് പറയുന്നത്. തീർച്ചയായും സുനിൽ, ആ എക്സൈസ് ഏമാൻ അടക്കം ബോധ്യമാകുന്ന കൂടുതൽ കാര്യങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. അതിലേക്ക് കൂടി പോകാം. തിരുവനന്തപുരം കഠിനംകുളത്തുള്ള 5 സ്റ്റാർ ഹോട്ടലായ ലേക്ക് പാലസിലേക്ക്.
പക്ഷേ ഇവിടെ ലഭിക്കുന്ന മദ്യമാകട്ടെ വില കുറഞ്ഞ മദ്യവും. അതുകൊണ്ട് തന്നെയാണ് തീരദേശത്ത് പണിയെടുക്കുന്ന മത്സ്യത്തൊഴിലാളികൾ മദ്യപിക്കുന്നതിനായി ദിവസവും ഇവിടേക്ക് എത്തിച്ചേരുന്നത്. 5 സ്റ്റാർ ഹോട്ടൽ ലേക്ക് പാലസിലെ അനധികൃത ബാറിൽ മദ്യത്തിന് വില വളരെ കുറവാണ്. ഹോട്ടലിലെ എക്സിക്യൂട്ടീവ് ബാറിലേതിന്റെ പകുതിയിൽ താഴെയാണ് ലോക്കൽ ബാറിൽ മദ്യത്തിന്റെ വില. MH, സീസർ, MCB, JDF, ഹണിബി തുടങ്ങിയ ബ്രാൻഡി ഇനങ്ങൾക്ക് 150 രൂപ മുതൽ 220 രൂപ വരെയാണ് 600 ml വില. പക്ഷേ ഹോട്ടലിന്റെ ഊടുവഴിയിൽ പ്രവർത്തിക്കുന്ന അനധികൃത ബാറിൽ വില വെറും 60 രൂപ മുതൽ 70 രൂപ വരെ മാത്രം. 365 രൂപ മുതൽ 450 രൂപ വരെ വിലയുള്ള കൂടിയ ബിയറുകൾ മാത്രമാണ് എക്സിക്യൂട്ടീവ് ബാറിൽ ലഭിക്കുക. എന്നാൽ ലോക്കൽ ബാറിൽ 120 രൂപ മുതൽ 190 രൂപ വരെയുള്ള ബിയറുകൾ മാത്രം യഥേഷ്ടം ലഭ്യമാകും. മെജോറിറ്റി ഉപഭോക്താക്കളായ മത്സ്യത്തൊഴിലാളികൾക്ക് അവരുടെ പ്രിയ ഇനമായ ജവാൻ റം ഇവിടെ സുലഭമാണ്. എല്ലാ ദിവസവും രാവിലെ 7:30-നും 8:30-നും പ്രവർത്തിച്ചു തുടങ്ങുന്ന ഈ ബാർ രാത്രി വളരെ വൈകിയാണ് അടയ്ക്കുന്നത്. നമ്മൾ സാധാരണ കുഴപ്പമില്ലാത്ത വില ഉണ്ട്. ഒരു ഫുള്ളിന് ഒരു ലിറ്ററിന് 590 രൂപ. അതെ, ജവാൻ 500-ൻ്റെത് 310 രൂപ. 500-ൻ്റെത് അപ്പുറത്ത് അകത്ത് കയറുകയാണെങ്കിൽ അകത്ത് തന്നെ. അതല്ല, എൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു, എൻ്റെ അടുത്തൊരു കക്ഷി പറഞ്ഞതെന്ന് പറഞ്ഞാൽ അകത്ത് വലിയ ബാറുണ്ട്, പിന്നെ പുറത്ത് നമുക്ക് ഇന്ന് അടിക്കാനുള്ള ഉണ്ടെന്ന് പറഞ്ഞു. അതായെന്ന് അറിയാമോ, റൂം എടുക്കുന്നവർക്ക് അത് റൂമിന് ഭയങ്കര ചാർജാണ്. എത്ര മണിക്ക് തുറക്കും എല്ലാ ദിവസവും? എല്ലാ ദിവസവും 8:30-ക്ക് തുറക്കും. രാവിലെ 8:30-ക്ക് തുറക്കും. എത്ര മണിക്ക്? 11 മണി വരെ ഉണ്ടാവും അല്ലേ? ആൾക്കാർക്ക് ഇരിക്കുന്ന പോലെയാണ്. ഗൗരവമായ നിയമലംഘനം നടന്നിട്ടും യാതൊരു നടപടിയും എടുക്കാതെ അധികാരികൾ മൗനം പാലിക്കുകയാണ്. ക്യാമറമാൻ ദേവദത്തിനൊപ്പം സുനിൽ അരിമാനൂർ. തീർച്ചയായും നാട്ടാർ അറിയട്ടെ ഇങ്ങനെയാണ് കാര്യങ്ങൾ നീങ്ങുന്നതെന്ന്. മദ്യവുമായി ബന്ധപ്പെട്ട് മദ്യനയവുമായി ബന്ധപ്പെട്ട് വികലമായ നയങ്ങൾ എന്ന ആക്ഷേപം പരക്കെ ഉയരുന്നു. 6 5 സ്റ്റാർ ബാറുകൾ കൂടി അനുവദിക്കപ്പെട്ട സാഹചര്യത്തിൽ തെളിവാകുന്ന കൂടുതൽ നിയമലംഘനങ്ങളുടെ കഥയാണ്. 518 ബാറുകൾ പൂട്ടുന്ന ഘട്ടത്തിൽ നിലവാരമില്ല എന്നതിൻ്റെ പേരിൽ പൂട്ടുന്ന ഘട്ടത്തിൽ ഉയർന്നിരുന്ന അതേ ചോദ്യങ്ങൾ പ്രസക്തമാക്കുന്നു ഇപ്പോഴും. 5 സ്റ്റാറുകളിൽ പ്രത്യേകം ലുങ്കി കൗണ്ടറുകൾ പഴയ ബാറുകളുടെ നിലവാരത്തിൽ അല്ലെങ്കിൽ പൂട്ടിയ ബാറുകളെക്കാൾ കുറഞ്ഞ നിലവാരത്തിൽ പ്രവർത്തിക്കുന്നു. 5 സ്റ്റാർ ബാറുകളിൽ എങ്ങനെയാണ് നിലവാരമില്ലാതെ ഇത്തരത്തിൽ പ്രവർത്തിക്കാനാകുന്നത്? സുനിൽ വളരെ വിശദമായി ഒരുപക്ഷെ സ്പെസിഫൈ ചെയ്ത് 1, 2, 3 ഉദാഹരണങ്ങൾ സുനിലിന് തേടിക്കണ്ടെത്താനായിട്ടുണ്ട്. പക്ഷേ പറയുകയും അന്വേഷിക്കുകയും ചെയ്തപ്പോൾ ബോധ്യമായത് കേരളത്തിലുടനീളം 5 സ്റ്റാർ ബാറുകളിൽ ഇത്തരം അനധികൃത ബാറുകൾ പ്രവർത്തിക്കുന്നില്ലേ? നമ്മുടെ സംഘത്തിന് ബോധ്യമായത് എന്ത്? തീർച്ചയായും അത് തന്നെയാണ് നേരത്തെ ഡെപ്യൂട്ടി കമ്മീഷണർ നമ്മോട് ടെലിഫോണിൽ പ്രതികരിച്ചപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞിരുന്നു, ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്, അത് ചില സ്ഥലത്ത് അടച്ചു പൂട്ടിയിട്ടുണ്ട് എന്നുള്ളതും. ഇവരുടെ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇവരുടെ ലൈസൻസ് തന്നെ റദ്ദാക്കുന്നതിന് നടപടി സ്വീകരിക്കാൻ എക്സൈസിന് അധികാരമുണ്ട് എന്നും എക്സൈസ് കമ്മീഷണറും ഡെപ്യൂട്ടി കമ്മീഷണറും വ്യക്തമാക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അവരുടെ മൂക്കിന് താഴെയായിട്ടാണ് ഇത്തരത്തിലുള്ള നിയമലംഘനം നടക്കുന്നത് എന്നുള്ളതാണ്. സർക്കാരിൻ്റെ മദ്യം എന്ന് പറഞ്ഞിട്ട് ബിവറേജിൽ സർക്കാരിൻ്റെ ഔട്ട്ലെറ്റുകളിൽ ഏറ്റവും കൂടുതൽ സെയിൽ ഉണ്ടായിരുന്ന മദ്യമാണ് ജവാൻ. ആ ജവാൻ ബിവറേജിൽ പോലും കിട്ടാനില്ല. പക്ഷേ ആവശ്യത്തിലധികം ആണ് ഈ പറയുന്ന ലേക്ക് പാലസിലെ ഈ ഇടനാഴിയിലൂടെ പോയി പ്രവർത്തിക്കുന്ന ബാറിൽ ലഭ്യമാകുന്നത് എന്നുള്ളത്. അതാണ് ഏറ്റവും കൂടുതൽ അവിടെ സെയിലുള്ളതെന്ന് അവിടുത്തെ ജീവനക്കാർ പറയുന്നുണ്ട്. അത് വാങ്ങിച്ചുപയോഗിക്കുന്നവരും പറയുന്നുണ്ട്. ജവാനാണ് കൂടുതലായിട്ട് വാങ്ങിക്കൊണ്ട് പോകുന്നത്. അത് തങ്ങൾക്ക് വില കുറവാണ്. കാരണം മത്സ്യത്തൊഴിലാളികളാണ്. അവർ രാവിലെ പണിക്ക് പോകുന്നതിന് മുമ്പ് വലിയൊരു തിരക്കാണ് അവിടെ അനുഭവപ്പെടുന്നത്. അത് ആർക്ക് ആ റോഡിൻ്റെ മുമ്പിൽ പോയി നിന്ന് കഴിഞ്ഞാലും അറിയാൻ സാധിക്കും. വലിയ തിരക്കിലേക്ക് രാവിലെ 7:30 മണി മുതൽ ഈ ബാർ പ്രവർത്തിക്കുന്നു എന്നുള്ളത്. അതുമാത്രം മതി ഈ ബാറിൻ്റെ പ്രവർത്തനം നിയമലംഘനമാണ് എന്ന് ബോധ്യപ്പെടാൻ. പക്ഷേ അതുവഴി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന കഠിനംകുളം പോലീസ് സബ് ഇൻസ്പെക്ടർ അടക്കമുള്ളവർ ഈ കാഴ്ച കാണുന്നുണ്ട്. ഇവിടെ നിന്ന് മദ്യപിച്ച് ഇത്തരത്തിൽ ഓട്ടോയിൽ പോകുന്നവരുടെ കാഴ്ച കാണുന്നുണ്ട്, ഇരുചക്ര വാഹനങ്ങളിൽ പോകുന്ന കാഴ്ച കാണുന്നുണ്ട്. ഇതൊക്കെ കണ്ടിട്ടും നിയമലംഘനം നടന്നിട്ടും ഇതൊന്നും കണ്ടില്ല എന്ന് നടിക്കുന്ന ഒരു സമീപനമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിനോടൊപ്പം ചേർത്ത് പറയേണ്ട കാര്യം അജിംഷാദെ, ഇത്തരത്തിൽ സർക്കാർ മദ്യനയം പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണെന്ന് മനസ്സിലാക്കാം. കാരണം പണം വാരി എറിയുന്നവർക്ക് വീണ്ടും മദ്യത്തിൻ്റെ ലൈസൻസ് ഹോട്ടലുകളിലൂടെ നൽകാനുള്ള ഒരു സർക്കാരിൻ്റെ സമീപനം തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ മനസ്സിലാക്കിയതാണ്. 6-ലധികം 5 സ്റ്റാർ ഹോട്ടലുകൾക്ക് കൂടി മദ്യ ലൈസൻസ് നൽകിയിരിക്കുന്നു എന്നുള്ളത്. ഈ ഹോട്ടലുകളിൽ പരിശോധന നടത്തിയാൽ കൃത്യമായി മനസ്സിലാകും ഇത് 5 സ്റ്റാർ നിലവാരത്തിലാണോ പ്രവർത്തിക്കുന്നത്, ഈ ലൈസൻസ് ദുരുപയോഗം ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ യാതൊരു തരത്തിലുള്ള പരിശോധന
പരിശോധനയും നടത്താൻ തയ്യാറല്ല. ഈ ഒരു അവസ്ഥയിൽ ഇപ്പോൾ നമ്മൾ പറയുന്ന ഈ അനധികൃതമായി പ്രവർത്തിക്കുന്ന ബാറിൽ ഇത്തരത്തിൽ മദ്യവിൽപ്പന വളരെ നിലവാരം കുറഞ്ഞ മദ്യം കൊടുക്കുന്ന ഒരു സാഹചര്യത്തിൽ ഏതെങ്കിലും തരത്തിലൊരു ദുരന്തമുണ്ടാകുമ്പോൾ സർക്കാരും അതുപോലെ തന്നെ എക്സൈസ് അധികാരികളും അപ്പോൾ മുതൽ നടപടികളിലേക്ക് പോകും. അത് പ്രവർത്തിച്ചിരുന്നില്ല, അല്ലെങ്കിൽ ലൈസൻസ് കണ്ടില്ലായിരുന്നു, ലൈസൻസ് വയലേറ്റ് ചെയ്തു എന്നുള്ളതടക്കം ഇതുപോലെ മാധ്യമങ്ങളിലൂടെ അവർക്ക് തുറന്നു പറച്ചിൽ നടത്തേണ്ടി വരും. അപ്പോൾ ചിലപ്പോൾ വലിയ ഒരു വില കൊടുത്ത് വലിയ ജീവനുകൾ ചിലപ്പോൾ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കും എന്നുള്ളതാണ് നമുക്ക് അവിടുത്തെ കാഴ്ചയിൽ നിന്ന് പറയേണ്ടി വരിക. തീർച്ചയായും സംസ്ഥാനത്ത് ഈ ലേക്ക് പാലസ് ഒരു ഉദാഹരണം. നമുക്ക് ഏറ്റവും അടുത്ത് നമുക്ക് ആളുകളിൽ നിന്ന് ലഭിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നടത്തിയ ഒരു ഇൻവെസ്റ്റിഗേഷൻ, അതിൻ്റെ അടിസ്ഥാനത്തിൽ ലഭിച്ച ഒരു ഉത്തരമാണ്, അതിൻ്റെ തെളിവുകളാണ് നമ്മളിപ്പോൾ ഈ വാർത്തയിലൂടെ കാണിക്കുന്നത്. മറ്റ് ഹോട്ടലുകളിലും ഇത്തരത്തിൽ ലുങ്കി കൗണ്ടറുകൾ വളരെ സഹായ വിലയ്ക്ക് മദ്യം കൊടുക്കുന്ന 5 സ്റ്റാർ ഹോട്ടലുകൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇതിനകത്ത് നിന്ന് മനസ്സിലാക്കേണ്ടി വരിക. എക്സൈസ് ഉദ്യോഗസ്ഥർ ഇതിനകത്ത് ഏത് സമീപനം, ഏത് നടപടി സ്വീകരിക്കും എന്നുള്ളതാണ് നമുക്ക് ഇനി കാത്തിരുന്ന് കാണേണ്ട കാര്യം. ഈ ഒരു ബാറുകളിലെ മറ്റൊരു കാര്യം പ്രധാനമായിട്ട് പറയുന്നത് ഇവിടുത്തെ ഫുഡിൻ്റെ കാര്യമാണ്. ഏതൊരു 5 സ്റ്റാറിൽ പോയി കഴിഞ്ഞാലും നമുക്കറിയാം ഫുഡിൻ്റെ നിലവാരം എന്ന് പറയുന്നത് വളരെ ക്വാളിറ്റിയുള്ള ഫുഡായിരിക്കും കൊടുക്കുന്നത്. അത്രയും ടാക്സ് ഈടാക്കിക്കൊണ്ടാണ്. നമ്മളിവിടെ പോയപ്പോൾ ഒരു സലാഡ്, ഒരു വെജിറ്റബിൾ സലാഡ് വാങ്ങിയപ്പോൾ അതിനകത്ത് 40 രൂപ മാത്രമാണ് ഒരു 5 സ്റ്റാർ ഹോട്ടൽ വെജിറ്റബിൾ സലാഡ്. അത് കേൾക്കുന്നവർക്ക് തന്നെ അത് മനസ്സിലാകും, ഇത് 5 സ്റ്റാർ ഹോട്ടലാണോ, വെജിറ്റബിൾ സലാഡ് കൊണ്ടുവരുന്നു, വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ കൊണ്ടുവരുന്നു. സാധാരണ 5 സ്റ്റാർ ഹോട്ടലിൽ പോയി മദ്യപിക്കുന്നവർക്കറിയാം അവിടെ കോംപ്ലിമെൻ്ററി ഡിഷസ് ഉണ്ട്. അത്തരത്തിലുള്ള ഒരു കോംപ്ലിമെൻ്ററി ഡിഷസും ഇവിടെ ആർക്കും കൊടുക്കുന്നില്ല. അത്തരത്തിൽ 5 സ്റ്റാർ ഹോട്ടലിൻ്റെ കാറ്റഗറിയിൽ അതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവർക്ക് കൃത്യമായി ഈ പറയുന്ന പോലെ പ്ലാസ്റ്റിക്കിൽ, കുറഞ്ഞ പ്ലാസ്റ്റിക്കിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ജഗ്ഗിലല്ല വെള്ളം സപ്ലൈ ചെയ്യുന്നത്. അത്തരത്തിൽ വളരെ നിലവാരത്തിലും വൃത്തിയിലുമാണ് 5 സ്റ്റാർ ഹോട്ടലുകളിൽ മദ്യം സപ്ലൈ ചെയ്യുന്നു എന്ന് ഉറപ്പാക്കിക്കൊണ്ടാണ് ഇവർക്ക് ലൈസൻസ് നൽകിയത്. കാരണം ഇവരും കോടതിയിൽ കൃത്യമായി അവരുടെ നിലപാടുകൾ വ്യക്തമാക്കി, അവരുടെ ബാർ ഏത് രീതിയിൽ പ്രവർത്തിക്കുന്നു എന്ന് കോടതിയിൽ ഉറപ്പ് കൊടുത്തതിന് ശേഷമാണ് ഇത്തരത്തിൽ ലൈസൻസ് സമ്പാദിച്ച് ഇതുപോലെ ഇപ്പോൾ തിരിച്ച് പഴയ രീതിയിലേക്ക്, പഴയ നിലവാരമില്ലാത്ത ബാറുകളിലേക്ക്, വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ പ്രവർത്തിക്കുന്ന ബാറുകളിലേക്കാണ് ഇവർ വഴിവെക്കുന്നത്. അത്തരത്തിലുള്ള ബാറുകളിലേക്കാണ് പോകുന്നത്. അജിംഷാദ്. തീർച്ചയായും സുനിൽ, വളരെ ഗൗരവമായ കാര്യം. അതായത് ഒരു 5 സ്റ്റാർ ഹോട്ടലിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിൻ്റെ റിസപ്ഷൻ വഴി അകത്തേക്ക് കടക്കുമ്പോൾ കിഡ്സ് കോർണർ അടക്കം ഒരുപാട് സൗകര്യങ്ങൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യും. അതിലൊന്നാണ് ബാർ. അതിൻ്റെ ഭാഗമായി നിൽക്കുന്നതാണ് ബാർ. പക്ഷേ ഇവിടെ നോക്കൂ, ബാറ് അത്തരത്തിൽ എക്സിക്യൂട്ടീവ് ബാറുകൾ ഒക്കെ പ്രവർത്തിക്കുന്നു. ഇപ്പോൾ നമ്മോടൊപ്പം ബാറുടമ കൂടിയായ രാജ്കുമാർ ഉണ്ണി ചേരുന്നുണ്ട്. ശ്രീ രാജ്കുമാർ ഉണ്ണി, അതായത് നിലവാരമില്ല 518 ബാറുകൾ എന്ന് പറഞ്ഞായിരുന്നു നിങ്ങളെയൊക്കെ പൂട്ടിച്ചത്. പക്ഷേ ഇപ്പോൾ 5 സ്റ്റാർ ബാറുകളിൽ നടക്കുന്നതും നിലവാരമില്ലാത്ത അതേ ലോക്കൽ ബാറുകളാണ്. പ്രത്യേക വഴിയിലൂടെ ലുങ്കി കൗണ്ടറുകൾ എന്ന ഓമന പേരിൽ കേരളത്തിൽ വ്യാപകമായി 5 സ്റ്റാർ ബാറുകളിൽ ലോക്കൽ ബാറുകൾ നടക്കുന്നു. ഇത് നിയമവിരുദ്ധമല്ലേ? പറയാൻ പറ്റൂല. കാര്യം എന്തുകൊണ്ട്? കാര്യം എന്താന്ന് വെച്ചാൽ ഇപ്പൊ നിലവിൽ നിയമം അനുസരിച്ച് റെസ്റ്റോറന്റുകളിൽ മദ്യം വിളമ്പാനുള്ള അധികാരം കൊടുക്കുന്നുണ്ട്. അതിന് അഡീഷണൽ ആയിട്ട് 50,000 രൂപ അടച്ചാൽ മതി. അന്നേരം ഒരു ബാർ ലൈസൻസിന് ഒരു റൂം ബാർ റൂമായിട്ട് കാണിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒന്നിലധികം റെസ്റ്റോറന്റുകൾ ഉണ്ടെങ്കിൽ ശ്രീ രാജ്കുമാർ ഉണ്ണി, അതിന് സ്ഥിരമായി ആ ഒരിടത്ത് ബാർ നടത്താമോ ഈ 50,000 രൂപ കൊടുത്താ? പിന്നെന്താ, അവിടെ ബാർ നടത്താൻ മദ്യം വിളമ്പാം. മദ്യം വിളമ്പുന്നതിന് യാതൊരു നിയമതടസ്സ കേസെടുക്കാനും പറ്റത്തില്ല. അതായത് ശ്രീ രാജ്കുമാർ ഉണ്ണി, ഒരു 5 സ്റ്റാർ ബാറുകളിൽ 50,000 രൂപ അടിച്ചാൽ പ്രത്യേക ഈവന്റിന് മാത്രം അവിടെ മദ്യം വിളമ്പാം എന്നുള്ളതല്ലേ ഒരു എക്സ്റ്റൻഷൻ എന്നുള്ള നിലയിൽ? അതായത് ഒരു ഹോട്ടലിന് ബാർ ലൈസൻസ് അനുവദിക്കുന്നു, അതിനൊരു ബാർ ഹാള് കാണും. അത് കൂടാതെ ഒന്നിലധികം റെസ്റ്റോറന്റ് അവിടെ കാണും. ആ റെസ്റ്റോറന്റിൽ വിളമ്പാനായിട്ട് അവർക്ക് അഡീഷണൽ ആയിട്ട് 50,000 ഓരോ റെസ്റ്റോറന്റിലും മദ്യം വിളമ്പാനായിട്ടുള്ള പെർമിഷൻ അവർക്ക് എടുക്കാം. അതായത് ശ്രീ രാജ്കുമാർ ഉണ്ണി, താങ്കൾ പറഞ്ഞത് തന്നെ പിടിക്കാം. അതായത് ഒരു 5 സ്റ്റാർ ഹോട്ടലിലേക്ക് പ്രവേശിക്കുന്നു, അവിടെ റിസപ്ഷൻ ഉണ്ടാകും. അതിനുശേഷം അകത്തേക്ക് കടക്കുമ്പോഴാണ് വിവിധ കോർണറുകൾ, കിഡ്സ് കോർണർ അല്ലെങ്കിൽ അങ്ങനെ വിവിധ സൗകര്യങ്ങൾ ഒന്നാണ് ബാർ. അതിൻ്റെ ഭാഗമായി രൂപപ്പെടുന്നതാണ് ബാർ. ഇവിടെ ഹോട്ടൽ വേറെ, പുറത്ത് കോമ്പൗണ്ടിനുള്ളിൽ പുറത്ത് പ്രത്യേക കൗണ്ടർ ഉണ്ടാക്കി, പ്രത്യേക വാതിലുണ്ടാക്കി സാധാരണക്കാർക്കൊക്കെ കയറി പൂശിയിട്ട് പോകാം, നാടൻ ഭാഷയിൽ പറഞ്ഞാൽ. അത്തരത്തിലൊരു കൗണ്ടർ ഉണ്ടാക്കുന്നതാണോ ഇത്തരത്തിൽ താങ്കൾ പറഞ്ഞ 50,000 രൂപയുടെ എക്സ്റ്റൻഷൻ നിയമം അനുവദിക്കുന്നത്?
അല്ല, ഞാനത് ഏത് ടൈപ്പ് എന്ന് ഞാൻ കണ്ടാലേ എനിക്ക് പറയാൻ പറ്റൂ. താങ്കൾക്കറിയാം കേരളത്തിൽ വ്യാപകമായുണ്ട്. നമുക്ക് കാണുന്ന നമ്മൾ കാണിക്കുന്ന ബാറുകളല്ലാതെ കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ വ്യാപകമായി 5 സ്റ്റാർ ബാറുകളിലെല്ലാം ഇതുണ്ട്. അല്ല, അതാ നിയമമാണോന്ന് അതിന്റെ ഉദ്യോഗസ്ഥന്മാർ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് പ്ലാൻ നോക്കിയാൽ അറിയാം നമ്മൾ നിയമപ്രകാരം കൊടുത്തേക്കുന്ന ഏരിയയിലാണോ ഇവർ മദ്യം വിൽക്കുന്നതെന്ന്. അങ്ങനെ നിയമപരമായി ഏരിയയിൽ അല്ലെങ്കിൽ അവർക്ക് കേസെടുക്കാമല്ലോ. അങ്ങനെ കേസെടുക്കുന്നില്ല, അങ്ങനെ പോകുന്നില്ല. അത് ഞങ്ങൾക്ക് ബോധ്യമായതാണ് താങ്കളുടെ മുമ്പിലേക്ക് വെച്ചത്. അല്ല, അത് കൈരളി ചാനലിൽ ഇപ്പൊ കാണിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉദ്യോഗസ്ഥന്മാർ കാണാത്തയാണെങ്കിൽ അവർക്ക് കണ്ടതിന് ശേഷം അതിന് കേസെടുക്കാൻ പറ്റും. കൂടംകുളത്തെ പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ മൂക്കിന് താഴെയുള്ള പല 5 സ്റ്റാർ ഹോട്ടലുകളും അല്ലേ സുനിൽ താങ്കൾ പോയതാണ്. ഞങ്ങളുടെ റിപ്പോർട്ടറുണ്ട് രാജ്കുമാർ ഉണ്ണി, ഞങ്ങളുടെ റിപ്പോർട്ടറിന് ബോധ്യമായത് കേൾക്കൂ. പറയൂ സുനിൽ. ശ്രീ രാജ്കുമാർ ഉണ്ണി, ഇതിനകത്ത് താങ്കൾ പറയുന്ന കാര്യം ശരി തന്നെയാണ്. ഒരു 5 സ്റ്റാർ ഹോട്ടലിനകത്ത് വിവിധ റെസ്റ്റോറൻറ്റുകളുണ്ട്. അവിടെ മദ്യം സപ്ലൈ ചെയ്യാം. വിവിധ ഇവൻറ്റുകൾ സ്വിമ്മിംഗ് പൂളിൻ്റെ സൈഡിൽ അല്ലെങ്കിൽ റൂഫിലൊക്കെ സപ്ലൈ ചെയ്യാം. ഈ പറയുന്ന 50,000 രൂപ കൊടുത്ത് തന്നെ അത് അംഗീകരിക്കുന്നു. അത് എക്സൈസ് ഉദ്യോഗസ്ഥരും അത് സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ പ്രവർത്തിക്കുന്നത് അങ്ങനെയല്ല. ഇവിടെ മദ്യം റെസ്റ്റോറൻറ്റിലല്ല സപ്ലൈ ചെയ്യുന്നത്. മദ്യത്തിന് വേണ്ടി അത് ഡിസ്പ്ലേ ചെയ്ത് പ്രത്യേക കൗണ്ടർ, അവിടെ പോയി മദ്യം വേണമെങ്കിൽ നമ്മൾ അവിടെ പോയി ആദ്യം ബില്ലടയ്ക്കണം. ബില്ലടച്ച് ആ ബില്ലുമായി വന്ന് കൗണ്ടറിൽ നിന്ന് മദ്യം വാങ്ങി അവിടെ നിന്ന് കഴിച്ചിട്ട് പോകാൻ പറ്റും. തിരിച്ച് അവിടെ വേണമെങ്കിൽ നമുക്ക് പോയി ഇരിക്കാം. നമ്മളെ സഹായിക്കാൻ അവിടെ വെയിറ്റർമാരോ അല്ലെങ്കിൽ മറ്റുള്ളവരോ ആരും വരുന്നില്ല. നമ്മൾ നിന്ന് കഴിക്കാം. പാഴ്സൽ വാങ്ങിക്കൊണ്ട് നമുക്ക് പുറത്തേക്ക് പോകാം. ഇത് ഈ ഒരു 5 സ്റ്റാർ ഹോട്ടൽ, താങ്കൾക്കും ബാർ ഉണ്ടായിരുന്നതാണ്, താങ്കൾക്കും ഹോട്ടൽ ഉണ്ടായിരുന്നതാണ്, താങ്കൾക്കും അസോസിയേഷനകത്ത് ഓരോ ബാറുകൾ പ്രവർത്തിക്കുന്നുണ്ട്. പല ബാറുകളിലും അല്ലെങ്കിൽ അവരുടെ ഹോട്ടലിലൊക്കെ പോയി കൃത്യമായി കാര്യങ്ങൾ അറിയാവുന്ന വ്യക്തിയാണ്. അത്തരത്തിൽ പറയുമ്പോൾ ഈ 5 സ്റ്റാർ ഹോട്ടലിൻ്റെ കോമ്പൗണ്ടിന് വെളിയിൽ ഇത് മതിൽ കെട്ടി അടച്ചിരിക്കുകയാണ്. അതിന് വെളിയിലായിട്ട് മറ്റൊരു ചെറിയ വഴി അവിടെ വെച്ചിരിക്കുന്നു, ബാർ എന്ന് പറഞ്ഞൊരു ബോർഡ്. ആ വഴിയിലൂടെ ചെന്ന് ഈ കൗണ്ടറിനകത്തേക്ക് കയറുന്നു. ഇതാണ് നിയമവിരുദ്ധമല്ലേ എന്ന് ചോദിച്ചത്. ഇത് ഏത് ഹോട്ടലാ? തിരുവനന്തപുരം ലേക്ക് പാലസ്, കടനംകുളം. ഇത് ഒരു ബാറിന്റേതല്ല ശ്രീ രാജ്കുമാർ ഉണ്ണി, ഇത് ഒരു ബാറിന്റേതല്ല. കൊല്ലത്തുമുണ്ട്. അല്ലെന്ന് അതാ ഇത് ഏതുണ്ടെങ്കിലും ഇപ്പൊ നമ്മളിപ്പോൾ രഹസ്യ ക്യാമറയിലൂടെ എടുത്തപ്പോൾ വാർത്ത പുറത്തുവിടുന്നത് തിരുവനന്തപുരം ലേക്ക് പാലസ് എന്ന 5 സ്റ്റാർ ഹോട്ടലിൽ പ്രവർത്തിക്കുന്ന അനധികൃത ബാറാണ്. അല്ല, അത് അനധികൃതമായി ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് കേസെടുക്കണം. ഞങ്ങൾ ആരും എതിരല്ല അതിനെ. പക്ഷേ ശ്രീ രാജ്കുമാർ ഉണ്ണി, അതായത് ഇവിടെ ഒരുപാട് തൊഴിലാളികളുടെ ജോലി നഷ്ടപ്പെടുത്തിക്കൊണ്ട് ആണ് 518+320 ബാറുകൾ പൂട്ടിയത് എന്നതായിരുന്നല്ലോ നിങ്ങളുടെയൊക്കെ പരിഭവം. അല്ലെങ്കിൽ താങ്കൾ പല വിധത്തിൽ വിയോജിപ്പുകൾ ബിജു രമേശുമായി ഉണ്ടെങ്കിൽ പോലും 312 അതെ, അതിനകത്ത് സുപ്രീം കോടതിയിൽ വന്നതിന്റെ ബാറുകളുടെ നിലവാരമില്ലായ്മയാണ്. അതെ, 518. ഇപ്പോൾ ബിജു രമേശ് നമ്മോടൊപ്പം ഉണ്ട്. ശ്രീ രാജ്കുമാർ ഉണ്ണി, താങ്കൾ പോകരുത്, ദയവായി നിൽക്കൂ. ശ്രീ ബിജു രമേശ്, താങ്കൾക്കറിയാമോ ഇത്തരത്തിൽ 5 സ്റ്റാർ ബാറുകളിലെ ലുങ്കി കൗണ്ടറിനെ കുറിച്ച്? നിങ്ങളുടെ സഹപ്രവർത്തകൻ ഉണ്ണിക്ക് അറിയില്ലെന്ന്. വളരെ വാർത്തകൾ നേരത്തെ വന്നിട്ടുള്ളതാണല്ലോ. പല ഹോട്ടലുകളിലും അങ്ങനെ പ്രവർത്തിക്കുന്നതായി കാണിച്ചുകൊണ്ട് വരികയും പക്ഷേ നടപടികളൊന്നും ഇല്ലാത്ത രീതിയിൽ അത് പോവുകയും ചെയ്തു. ഇപ്പൊ തന്നെ 6 ഹോട്ടലുകളിൽ ലൈസൻസുകൾ നൽകിയിട്ടുള്ളത് എത്ര കോടി രൂപ സംഭാവന മേടിച്ചിട്ടാണെന്നുള്ളത് പരക്കെ ഒരു സംഭാഷണമായിട്ടുള്ള ഒരു വിഷയമാണ്. ഈ 5 സ്റ്റാർ ഹോട്ടലുകൾക്ക് ലൈസൻസ് ആക്കിയതിനു ശേഷവും അതിനു മുമ്പ് ലൈസൻസ് നൽകിയപ്പോൾ 25 ലക്ഷം രൂപയായിരുന്നു കെ ബാബുവിന് വേണ്ടി ബിനോയ് വഴി വാങ്ങിയിരുന്നത്. അതിനുശേഷം ഇപ്പൊ വാങ്ങിയതൊക്കെ 2-3 കോടിയൊക്കെയാണ് കണക്കുകൾ പറഞ്ഞു കേൾക്കുന്നത്. അതിന്റെ വ്യക്തതയായിട്ടുള്ള എമൗണ്ട് കിട്ടിയിട്ടില്ല. ഇനി കൊടുത്തവർ പറയത്തുമില്ല, കാര്യം അവർക്ക് ലൈസൻസ് കിട്ടി. ഈ വാങ്ങിയവരാരും സമ്മതിക്കത്തുമില്ല. അപ്പൊ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ അഴിമതിയും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എനിക്കെതിരെ അടുത്തൊരു കേസ് കൂടി വരാനുള്ള സാധ്യത മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. ഈ പൈസകൾ കോടികൾ അവരെ വാങ്ങിയത് കൊണ്ടാണ് അവർക്ക് ഈ ലോക്കൽ ബാർ തുടങ്ങാനുള്ള മൗന സമ്മതം നൽകി പ്രവർത്തിക്കുന്നത്. ഈ ലോക്കൽ ബാറുകളെ കുറിച്ച് ഒരു 3 മാസം മുമ്പ് തന്നെ ചില മാധ്യമങ്ങൾ വരികയും അതിനെക്കുറിച്ച് പരാതികൾ പലരും നൽകുകയും ഒക്കെ ചെയ്തിട്ടും യാതൊരു നടപടിയും എക്സൈസ് മന്ത്രിയുടെ ഭാഗത്തുനിന്നില്ല. അത് നോക്കണ്ട എന്നുള്ള നിർദ്ദേശമായിരുന്നു ഉണ്ടായതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത്. തീർച്ചയായും ഇതിന്റെ രാഷ്ട്രീയത്തിലേക്ക് പോകാൻ അഡ്വക്കേറ്റ് ജയശങ്കർ ഉണ്ട്. അതിനു മുമ്പായി ഒരു കാര്യം കൂടി. രാജ്കുമാർ ഉണ്ണി, നിങ്ങൾ ശ്രീ ബിജു രമേശ് താങ്കൾ നിൽക്കണം. രാജ്കുമാർ ഉണ്ണി താങ്കൾ ലൈനിലുണ്ടല്ലോ. ശ്രീ രാജ്കുമാർ ഉണ്ണി താങ്കൾ ലൈനിലുണ്ടോ? ഹലോ. അതായത് 180 രൂപ എങ്ങനെയാണ് 5 സ്റ്റാറിന് നൽകുന്നത്? അതിന്റെ ഫെസിലിറ്റീസ് നൽകുന്നതിന്റെ ഒരു പെഗിന് 180 രൂപ വിലയുള്ള ഒരു സാധനം നമുക്ക് ഉദാഹരണം സംസാരിക്കാം. അതായത് 180 രൂപ വിലയുള്ള ഒരു പെഗ് നൽകുന്നത് അതിന്റെ ടാക്സ്, അതിന് മറ്റ് സൗകര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് അടക്കമുള്ള കാര്യങ്ങളെ സംബന്ധിച്ചാണ്.
പക്ഷേ ഇവിടെ ഈ ലോക്കൽ ബാറുകൾ എന്ന് പറയുന്ന 5 സ്റ്റാർ ബാറിൽ പ്രവർത്തിക്കുന്നത് ഒരു പെഗിന് 150 രൂപയാണ് എക്സിക്യൂട്ടീവ് ബാറിലെങ്കിൽ ഇവിടെ 70 രൂപയാണ്. അതെങ്ങനെ കുറച്ചു കൊടുക്കാനാകും? നിയമലംഘനം പ്രഥമ ദൃഷ്ടിയാലില്ലേ ശ്രീ രാജ്കുമാർ ഉണ്ണി? ഇല്ല, മദ്യത്തിന്റെ വില നിശ്ചയിച്ചിട്ടില്ല. വിൽപ്പനയിൽ മദ്യത്തിന്റെ വില നിശ്ചയിച്ചിട്ടില്ല. അത് നിശ്ചയിക്കുന്നതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം അതാത് ലൈസൻസിയൽക്കുള്ളതാണ്. അല്ലാതെ മദ്യത്തിന്റെ വില ഒരു ഗവൺമെന്റ് നിശ്ചയിച്ചിട്ടില്ല. അല്ല ഒരു ബാറിൽ എക്സിക്യൂട്ടീവ് ബാറിൽ 180 രൂപയും പ്രത്യേക ബാറിൽ 70 രൂപയ്ക്കും എങ്ങനെ കൊടുക്കാനാകും? ഞാൻ അതാ പറഞ്ഞത്. ആ ലൈസൻസിക്ക് ഇഷ്ടമുള്ള വിലക്ക് വിൽക്കാം. അയാൾക്ക് 50 രൂപയ്ക്കും വിൽക്കാം, 250 രൂപയ്ക്കും വിൽക്കാം. അതെ, തീർച്ചയായും താങ്കൾ പറയുന്നതിൽ വ്യക്തതക്കുറവുണ്ട്. അതായത് ഒരു ബാറിൽ തന്നെ 180 രൂപയ്ക്ക് അതേ ബാറിൽ എക്സിക്യൂട്ടീവ് ബാറിൽ നൽകുന്നു, നേരെ മറിച്ച് ലോക്കൽ ബാറിൽ 70 രൂപയ്ക്ക് നൽകുന്നു. ഒരേ പെഗ്, ഒരേ കമ്പനിയുടെ പെഗ്. അതാണ് പ്രശ്നം. ശ്രീ രാജ്കുമാറാണി, താങ്കൾക്കറിയാം, താങ്കൾ തുറക്കുന്നില്ല, അതിൽ ബുദ്ധിമുട്ടുണ്ട്. ഒരുപക്ഷെ അഡ്വക്കേറ്റ് ജയശങ്കറിലേക്ക് തന്നെ പോകാം. ശ്രീ ജയശങ്കർ, താങ്കൾ കേൾക്കുന്നുണ്ടല്ലോ. മദ്യനയം, മദ്യ ഉപഭോഗം തടയുക, സാധാരണക്കാർക്ക് മദ്യലഭ്യത കുറച്ചുകൊണ്ട് മദ്യ ഉപഭോഗം തടയുക എന്നതാണ് സർക്കാരിന്റെ മദ്യനയത്തിൽ കൊട്ടിഘോഷിക്കപ്പെട്ടത്. 6 പുതിയ ബാറുകൾ 5 സ്റ്റാറിന് നൽകിയതടക്കം വിവാദമായ സാഹചര്യത്തിന്റെ മുഴുവൻ കാര്യങ്ങളും ബോധ്യമാകുന്നതാണ് ഇന്ന് പീപ്പിൾ TV വാർത്താ സംഘത്തിന് ലഭിച്ചത്. ഓരോ 5 സ്റ്റാർ ബാറുകളിലും, ഏതാണ്ട് ബഹുഭൂരിപക്ഷം 5 സ്റ്റാർ ബാറുകളിലും പ്രത്യേക ലോക്കൽ കൗണ്ടറുകൾ, ലുങ്കി കൗണ്ടറുകൾ എന്ന ഓമന പേരിലുണ്ട്. സാധാരണക്കാർ, മത്സ്യത്തൊഴിലാളികൾ, ഓട്ടോറിക്ഷ തൊഴിലാളികൾ, സാധാരണക്കാർ അടക്കം ആർക്കും കയറി മദ്യപിച്ചിട്ട് പോകാൻ മാത്രം ഒരു കൗണ്ടർ. ഇത് നിയമവിരുദ്ധമല്ലേ? ഇത് മദ്യനയത്തിലേക്കുള്ള ചോദ്യചിഹ്നമല്ലേ ശ്രീ അഡ്വക്കേറ്റ് ജയശങ്കർ? തീർച്ചയായിട്ടും ഇത് ഏറ്റവും അധികം അനുഭവിക്കുന്ന ഒരാളാണ് ഞാൻ. എന്റെ വീടിന്റെ അടുത്ത് അത്താണി എന്ന് പറയുന്ന സ്ഥലത്ത് പറയൂ മൂന്ന് 5 സ്റ്റാർ ബാറുകൾ ഇന്നിപ്പോ പ്രവർത്തിക്കുന്നുണ്ട്. 3 കച്ചവടം നടക്കുന്നത് ഇതേ രീതിയിലാണ്. അല്ലാതെ അവിടെ 5 സ്റ്റാറിൽ കയറി കുടിക്കാൻ പാകത്തിനുള്ള സമ്പന്നരായ ആളുകൾ ആരുമില്ല, ആ വഴിക്ക് പോകുന്നില്ല. താങ്കൾക്കും വ്യക്തിപരമായി അതറിയാം, കണ്ടിട്ടുണ്ട്. വ്യക്തിപരമായി അറിയാമെന്ന് മാത്രമല്ല, ഞാൻ തന്നെ പല ചർച്ചകളിലും ഈ കാര്യം തുറന്നടിച്ച് പറഞ്ഞിട്ടുള്ളത്. ആ ബാറുകളുടെ പേരടക്കം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഡയാന ഹൈറ്റ്, എയർലൈൻ കാസിൽ, ഇപ്പൊ പുതിയതായിട്ട് കിട്ടിയിരിക്കുന്ന സാജ് എർത്ത് റിസോർട്ട്, 3 സ്ഥലത്തും ഓട്ടോറിക്ഷക്കാരാണ് കുടിക്കുന്നത്, ചുമട്ടുകാരാണ് കുടിക്കുന്നത്. 5 സ്റ്റാർ കയറി കുടിക്കുന്ന ആളുകൾ കണ്ടാൽ നിങ്ങൾ അന്തം വിട്ടു പോകും. ഓട്ടോറിക്ഷക്കാരും അതുപോലെ ചുമട്ടുകാരും കുടിക്കുന്ന സ്ഥലമാണ്. ഞാൻ ചുമട്ടുകാരുള്ള വിരോധം കൊണ്ട് പറഞ്ഞല്ല, ആ നിലവാരത്തിലേക്ക് 5 സ്റ്റാർ ബാറുകൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. താജ് മലബാറിൽ കയറി കുടിക്കുന്ന ആളുകളല്ല എയർലിങ്ക് കാസിലും അതുപോലെ ഡയാന ഹൈറ്റ്സിലും പോയി കുടിക്കുന്ന എനിക്ക് വ്യക്തിപരമായിട്ട് നേരിട്ട് അറിയാവുന്നതാണ്. മാത്രമല്ല, ഈ ലോക്കൽ ബാറുകൾ പ്രവർത്തിക്കുന്ന കാര്യം ഇപ്പോഴൊന്നുമല്ല, നേരത്തെ തന്നെ ഞാൻ ഇത് ചില ചാനലുകാരുടെ ശ്രദ്ധയപ്പെടുത്തുകയും അവരതിനെ കുറിച്ച് നമ്മുടെ റിപ്പോർട്ടർ ചാനലിൽ മറ്റൊക്കെ ഇന്ത്യ വിഷൻ ഉള്ള ഇന്ത്യ വിഷനൊക്കെ അതിനെ സംബന്ധിച്ച് സ്റ്റോറി കൊടുത്തിട്ടുള്ളതാണ്. ഇപ്പൊ പുതിയതായിട്ട് കിട്ടിയേക്കുന്ന 5 സ്റ്റാർ കിട്ടിയേക്കുന്ന ബാറുകാരും അല്ലാണ്ട് വിദേശികളെ ഉദ്ദേശിച്ചോ ടൂറിസ്റ്റുകളെ ഉദ്ദേശിച്ചിട്ടോ അല്ലെങ്കിൽ വളരെ സമ്പന്നരായ ആൾക്കാരെ ഉദ്ദേശിച്ചിട്ടോ അല്ല ഈ 5 സ്റ്റാർ എടുത്തിട്ടുള്ള സാധാരണക്കാരെ ഉദ്ദേശിച്ചാണ്. അവിടുത്തെ എക്സിക്യൂട്ടീവ് ബാറിൽ കയറി കുടിക്കുന്നവരുടെ എണ്ണം തുലവും കുറവായിരിക്കും. ഇനി വല്ല കള്ളപ്പണക്കാരോ മറ്റോ വരികയാണെങ്കിൽ കുടിക്കും എന്നല്ലാതെ കുടിയന്മാരെ ഉദ്ദേശിച്ച്, പ്രത്യേകിച്ച് ഓട്ടോറിക്ഷക്കാരെ, ചുമട്ടുകാരൊക്കെ അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളെ, ഏത് വിഭാഗത്തെ രക്ഷിക്കാൻ വേണ്ടിയാണോ സുവീരൻ മദ്യനയം ഉണ്ടാക്കിയത് ആ വിഭാഗത്തെ തന്നെ ബാറിലേക്ക് പിടിച്ചു വലിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പുതിയ. അതാണ് ശ്രീ ജയശങ്കർ, അതായത് മദ്യപിക്കാത്ത താങ്കൾക്കറിയാം, താങ്കൾ കണ്ടിട്ടുണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളെ സംബന്ധിച്ച്. പക്ഷേ മദ്യ ഉടമകളായ ബാർ പൂട്ടിയ രാജ്കുമാർ ഉണ്ണിക്ക് അറിയില്ല പോലും. ഒരു കാര്യം കൂടി, അതായത് ബിജു രമേശ് നേരത്തെ പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട് പ്രധാനമായും, അതായത് ഈ 6 ബാറുകൾ ഇപ്പോൾ അനുവദിച്ചതിലും കോടികളുടെ അഴിമതി ഉണ്ട് എന്ന്. ആ ആരോപണം കൂടി നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ 5 സ്റ്റാർ ബാറുകളിൽ ലോക്കൽ ബാറുകൾ പ്രവർത്തിക്കുന്നത്. അങ്ങനെയെങ്കിൽ കോടികൾ കോഴ വാങ്ങി രൂപപ്പെടുത്തിയ എല്ലാ 5 സ്റ്റാർ ബാറുകളിലും ഈ ലുങ്കി കൗണ്ടറിന്റെ സാധ്യത അവർ കാണുന്നു എന്നല്ലേ കാണേണ്ടത്? എല്ലാ ബാറുകളിലും ഇപ്പൊ താജ് മലബാർ പോലുള്ള സ്ഥാപനങ്ങളിൽ 5 സ്റ്റാർ ആയിട്ട് ഉദ്ദേശിച്ച് തുടങ്ങിയതാണ്. അത് ഓട്ടോറിക്ഷക്കാരെ ഉദ്ദേശിച്ച് തുടങ്ങിയതല്ല, ചുമട്ടുകാരെ ഉദ്ദേശിച്ച് തുടങ്ങിയതല്ല, അതുപോലെ ടൂറിസ്റ്റുകളെ തന്നെ ഉദ്ദേശിച്ച് തുടങ്ങിയതാണ്. വലിയ സമ്പന്നരായ ആളുകൾ, വിദേശ ടൂറിസ്റ്റുകളും അങ്ങനെയുള്ളവർ ഉദ്ദേശിച്ച് തുടങ്ങിയതാണ്. പുതിയതായിട്ട് പുത്തൻ കൂറ്റിൽപ്പെട്ട ഈ 5 സ്റ്റാറുകാർ ആരും തന്നെ ടൂറിസം വ്യവസായം പ്രോത്സാഹിപ്പിക്കാൻ പറ്റിയിട്ടില്ല. ഇവരൊക്കെ കോടിക്കണക്കിന് രൂപ സംസ്ഥാനത്തെ എക്സൈസ് ഉദ്യോഗസ്ഥന്മാർക്കും അതുപോലെ കേന്ദ്രത്തിന്റെ ടൂറിസം വകുപ്പിലിരിക്കുന്ന ഇത് സർട്ടിഫൈ ചെയ്യുന്ന ആളുകൾക്കും കൊടുത്തിട്ടുള്ളതാണ്. യഥാർത്ഥത്തിലുള്ള 5 സ്റ്റാർ മാനദണ്ഡം ഇവർക്ക് പലർക്കും ഇല്ല എന്നുള്ള കാര്യം വളരെ സ്പഷ്ടമാണ്, പ്രത്യക്ഷമാണ്. അതായത് ശ്രീ അഡ്വക്കേറ്റ് ജയശങ്കർ, അതായത് ഇപ്പോൾ ബിജു രമേശ് അടക്കമുള്ളവർ നൽകിയ കോഴയെ സംബന്ധിച്ച് പറയാതെ മൗനം പാലിച്ചിരുന്നെങ്കിൽ 5 സ്റ്റാറിന്റെ പേരിൽ ഇവർക്കൊക്കെ ബാറുകൾ ലഭിച്ചേനെ എന്നാണ് കാണേണ്ടി വരിക. തീർച്ചയായിട്ടും ഇവിടെ ബാർ ഉടമസ്ഥ അസോസിയേഷന്റെ നേതാക്കന്മാർ പറഞ്ഞനുസരിച്ചാണെങ്കിൽ 100ഓളം ബാറുകൾക്ക് 5 സ്റ്റാർ ആക്കാനുള്ള സംവിധാനമുണ്ട്. അത് ഇപ്പോൾ ഉള്ള സംവിധാനം കുറച്ച് മെച്ചപ്പെടുത്തിയാൽ 5 സ്റ്റാർ മേടിക്കാം, പണം കൊടുത്താൽ മേടിക്കാവുന്നതാണ്.
തീർച്ചയായും 700 ബാറുകൾ കൂട്ടി തൽസ്ഥാനത്ത് അത്തരം സ്ഥലത്തെ കച്ചവടം ഈ 100 സ്ഥാപനങ്ങളിലേക്ക് ചുരുക്കും. തീർച്ചയായും മുതലാളിമാർക്ക് 7 ഇരട്ടിയായിരിക്കും ലാഭം കിട്ടാൻ പോകുന്നത്. തീർച്ചയായും. അതായത് ബിജു രമേശ് നേരത്തെ ഇപ്പോൾ ആരോപിച്ചതുപോലെ ഈ 6 5 സ്റ്റാർ ബാറുകൾ കൂടി അനുവദിച്ചതിലെ കോടികളുടെ അഴിമതി ഇതൊക്കെ വ്യക്തമാകുന്നു. 5 സ്റ്റാർ ബാറുകളുടെ പേരിലും ഇത്തരത്തിൽ ലോക്കൽ ബാറുകൾ നടത്തുമ്പോൾ അതും അഴിമതിയിലേക്കുള്ള ചൂണ്ടുപലകയായി തന്നെ കാണാം. അങ്ങനെയാണെങ്കിൽ അതിനും ഉമ്മൻചാണ്ടിയും ബാബുവും ഒക്കെ മറുപടി പറയേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും അവർ ഒരുപാട് കാര്യങ്ങൾക്ക് മറുപടി കണ്ടിരിക്കുന്നു. ഇത് അതിൽ പ്രധാനപ്പെട്ട ഒരു ഇനമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായും. വളരെ നന്ദി ഈ ഘട്ടത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന് ശ്രീ അഡ്വക്കേറ്റ് ജയശങ്കർ. ബിജു രമേശിലേക്ക് തന്നെ എത്താം. ബിജു രമേശ്, താങ്കൾ നേരത്തെ ആരോപിച്ചിരുന്ന ഒരു കാര്യമുണ്ട്. 5 സ്റ്റാർ ബാറുകൾ ഇപ്പോൾ 6 ബാറുകൾ അനുവദിക്കപ്പെട്ടതിൽ പോലും കോടികളുടെ അഴിമതികൾ ഉണ്ട് എന്ന്. അങ്ങനെയാണ് എങ്കിൽ ആ അഴിമതികൾക്കുള്ള സാധ്യതയാണ് 5 സ്റ്റാർ ബാറുകൾ ഈ ലോക്കൽ ബാറിലൂടെ നടത്തുന്നത്. ഇനിയുള്ള എല്ലാ 5 സ്റ്റാർ ബാറുകൾക്കും ഈ ലോക്കൽ ബാറുകൾ നടത്താം എന്നതാണോ മദ്യനയം ഇൻഡയറക്റ്റായി പറഞ്ഞു വെക്കുന്നത്? തീർച്ചയായിട്ടും. കാര്യം ഈ രണ്ട് തരത്തിൽ ഒരു ഹോട്ടലിൽ തന്നെ 2 റേറ്റിൽ വിൽക്കുമ്പോൾ അത് ഒന്ന് 5 സ്റ്റാറിന്റെ റേറ്റും ഒന്ന് ലോക്കൽ ബാറിന്റെ റേറ്റും. അപ്പൊ ലോക്കൽ ബാർ അവിടെ പ്രവർത്തിക്കുന്ന റേറ്റ് കുറച്ചിടുമ്പോൾ ഈ കുറഞ്ഞ വിലയ്ക്ക് വിൽക്കുമ്പോൾ അത് അവിടെ തന്നെ ലോക്കൽ ബാർ നടത്തുന്നു എന്നുള്ള കാര്യങ്ങൾ സ്പഷ്ടമാണ്. അപ്പൊ 2 ബാർ അവിടെ അനുവദിക്കുന്നു. അങ്ങനെ 2 ബാർ തന്നെ ബാർ റൂം നിയമപരമായി അനുവദിച്ചിട്ടില്ല. അനുവദിക്കാത്ത സ്ഥലത്ത് എങ്ങനെയാണ് ഈ 2 ബാർ പ്രവർത്തിക്കുന്നതെന്ന് ഇപ്പോഴും മനസ്സിലാവാത്ത ഒരു കാര്യമാണ്. ഒരു ബാർ റൂം മാത്രമേ നിയമത്തിൽ അനുവദിച്ചിട്ടുള്ളൂ. പക്ഷെ ഇവർക്ക് 2 ബാറും 2 ബാർ കൗണ്ടറും അനധികൃതമായി ആണ് നടത്തുന്നത്. നിയമലംഘനമാണ് അവിടെ നടത്തുന്നത്. എക്സൈസിന്റെ നിയമത്തിലോ ഒന്നും തന്നെ അങ്ങനെ 2 ബാർ റൂം പറഞ്ഞിട്ടില്ല. ഒരു ബാർ റൂമേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ റെസ്റ്റോറന്റ്. ഹലോ, കേൾക്കാം ബിജു രമേശ്, പറഞ്ഞോളൂ. ശ്രീ ബിജു രമേശ്, കേൾക്കാം. ഒരു ഡിസ്റ്റർബൻസ്, കോൾ കട്ടായ. ഇല്ലില്ല, കോൾ കട്ടായിട്ടില്ല, പറഞ്ഞോളൂ. താങ്കൾ പറയുന്നത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും എന്തോ സാങ്കേതിക തടസ്സങ്ങളുണ്ട്. രാജ്കുമാർ ഉണ്ണി, താങ്കളുണ്ടോ ലൈനിൽ? ശ്രീ രാജ്കുമാർ ഉണ്ണി, താങ്കൾ ലൈനിലുണ്ടോ? ആരെങ്കിലും ടെലിഫോൺ ലൈനിൽ ഇപ്പോൾ ഉണ്ടെങ്കിൽ തീർച്ചയായും. രാജ്കുമാർ ഉണ്ണി, താങ്കൾ ടെലിഫോൺ ലൈനിലുണ്ടോ? ബിജു രമേശ്, അഡ്വക്കേറ്റ് ജയശങ്കർ, തീർച്ചയായും സുനിൽ അരുമാനൂർ. അതായത് 5 സ്റ്റാർ ബാറുകളുടെ പേരിൽ ഇങ്ങനെ നടത്തുന്നത് നിയമലംഘനമാണ്. നിലവിൽ പറയുന്ന മദ്യനയത്തിന് വിരുദ്ധമാണ്. പക്ഷേ ഇതൊക്കെ അധികാരികൾ വെച്ചു പൊറുപ്പിക്കാതെ ഇതൊന്നും തുടരില്ല. അഡ്വക്കേറ്റ് ജയശങ്കർ തന്നെ പറയുന്നു തൻ്റെ വീടിനോട് സമീപത്തുള്ള ഒരു 5 സ്റ്റാർ ഹോട്ടലിലും ഇത്തരത്തിൽ താൻ കണ്ടിട്ടുണ്ട് എന്ന്. അങ്ങനെയാണെങ്കിൽ സുനിൽ കണ്ടെത്തിയ 1 2 ബാറുകളല്ല, കേരളത്തിൽ വ്യാപകമായി ഇതുണ്ട് എന്ന് ബോധ്യമാവുകയാണ് നമ്മളൊക്കെ കാണുന്നതിന് പുറമെ. സുനിൽ അരുമാനൂർ. അജിംഷാദ്, ഇവിടെ നമുക്ക് തിരുവനന്തപുരത്ത് ബിജു രമേശ് ഒരിക്കൽ കൂടി എത്തുന്നു. ബിജു രമേശ് പറഞ്ഞു വന്നപ്പോൾ എന്തോ ഡിസ്റ്റർബൻസ് ഉണ്ടായി, സോറി. അതായത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എങ്ങനെ സംഭവിക്കുന്നു? മദ്യനയത്തിന്റെ വീഴ്ചയാണോ അതോ അനധികൃതമായി അടിത്തട്ടിലൂടെ പൈസ വാങ്ങി ഉദ്യോഗസ്ഥരും ഭരണാധികാരികളും ചെയ്യുന്ന നടപടിക്രമങ്ങളുടെ ഭാഗമാണോ ഈ 5 സ്റ്റാർ ബാറുകളിലെ ലുങ്കി കൗണ്ടറുകൾ? എന്താണ് ഇത് ബോധ്യമാക്കുന്നത്? കൂടുതൽ കോഴകളുടെ കഥകളാണോ ഇനിയും പുറത്തു വരാനിരിക്കുന്നത്? എന്തുകൊണ്ട് താങ്കളുടെ സഹപ്രവർത്തകൻ രാജ്കുമാർ ഉണ്ണി താങ്കൾ പറയുന്ന ആവേശത്തോടു കൂടി ഇതിനെ എതിർക്കുന്നില്ല? അങ്ങനെ ഒട്ടനവധി സംശയങ്ങൾ ഉയരുന്ന ഈ ഘട്ടത്തിൽ രാജ്കുമാർ ഉണ്ണി അവരുടെ പല ആനുകൂല്യങ്ങളും പറ്റിയിട്ട് നിൽക്കുന്ന ആളാണ്. അപ്പൊ ഈ പൂട്ടിക്കൊടുത്ത പല ഷോപ്പുകളും എടുത്തു കഴിഞ്ഞാൽ തന്നെ രാജ്കുമാറിന്റെ ബിയർ ആൻഡ് വൈനിന് സമീപത്തുള്ളതാണ് ആദ്യം പൂട്ടിക്കൊടുത്തത്. എലിഗൻസ് ബിനോയ്, രാജ്കുമാർ, കൃഷ്ണദാസ് ഇവരുടെ അടുത്തുള്ള ലിക്കർ ഷോപ്പുകളാണ് പൂട്ടിക്കൊടുത്തത്. ഇവർക്ക് ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും എക്സൈസ് മന്ത്രിയുടെ ഭാഗത്തു നിന്നും അല്ല മറ്റ് പല ഇതുമായി ബന്ധപ്പെട്ട സ്പിരിറ്റ് സപ്ലൈയിൽ തന്നെ 19 ലക്ഷം രൂപ ഉണ്ണി അടയ്ക്കാനുള്ള അതെല്ലാം വേവർ ചെയ്ത് കൊടുക്കുന്ന നടപടി മന്ത്രിയുടെ ഭാഗത്ത് ഉണ്ടായി കൊടുത്തു. ഉണ്ണിക്ക് ഒരുപാട് ഗവൺമെന്റ് എന്നുള്ള ആനുകൂല്യങ്ങളും കിട്ടി. അത് കോടിക്കണക്കിന് രൂപയുടെ മറ്റ് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ണി ഉണ്ടായതുകൊണ്ട് ഉണ്ണി അവർക്ക് അനുകൂലമായി മാത്രമേ സംസാരിക്കുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ ഉണ്ണിയിലേക്ക് കടക്കുന്നില്ല. അത് കച്ചവടത്തിന് വേണ്ടി ഇരിക്കുന്ന ഒരു വ്യക്തിയാണ്. അല്ല സത്യം പറയുമ്പോൾ ഉണ്ണി ഒരിക്കലും സത്യം പറയുന്നില്ല. എപ്പോഴും പറയുന്നതെല്ലാം ഈ കൊടുത്തതെല്ലാം അറിയില്ല, മറന്നുപോയി, അതിനെക്കുറിച്ച് കളവുകളെ പറയുന്നത്. ഈ ബാബു, ഞാനൊരു സംശയം ചോദിക്കട്ടെ. ഈ ക്രൗൺ പ്ലാസയുടെ ലൈസൻസിന്റെ ഇഷ്യൂ വന്നു. VM സുധീരൻ പഞ്ചായത്തിൽ ലൈസൻസ് അവർക്ക് NOC കൊടുക്കരുതെന്ന് പറഞ്ഞില്ല ലെറ്റർ കൊടുക്കുന്നു. ആ ലെറ്റർ എടുത്തു വെച്ച് കോടതി അതിന്റെ കോപ്പി എടുത്ത് ഈ പഞ്ചായത്ത് ഈ ഹോട്ടലുകാരെ കൊണ്ട് കോടതി ഫയൽ ചെയ്തതിന് പിന്നിൽ ബാബുവാണ്. ബാബുവാണ് പറഞ്ഞ ആ ലെറ്റർ എടുത്ത് നിങ്ങൾ ഫയൽ ചെയ്യൂ. ഗവൺമെന്റ് വന്നപ്പോൾ ഗവൺമെന്റ് വക്കീൽ അതിന് ഒബ്ജക്ട് ചെയ്തതുമില്ല.
ഉടനെ ലൈസൻസ് കൊടുക്കാനും പറഞ്ഞു. ഈ പറയപ്പെടുന്ന ഈ ക്രൗൺ പ്ലാസയുടെ ഓണർ വിദേശത്താണ്. അദ്ദേഹത്തിന്റെ വീട്ടിൽ ആ സമയത്ത് 3 പ്രാവശ്യം ബാബു വിദേശ പര്യടനം നടത്തി അദ്ദേഹത്തിന്റെ വീട്ടിൽ പോവുകയും ചെയ്തിട്ടുള്ളതാണ്. എന്തിന് അദ്ദേഹത്തിന്റെ ഈ ലൈസൻസുമായി ബന്ധപ്പെട്ട് കേസ് നടക്കുന്ന ആളുടെ വീട്ടിൽ 3 പ്രാവശ്യം കെ ബാബു വിദേശത്ത് പോകണം? കെ ബാബുവിന്റെ വിദേശ പര്യടനങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതുവരെ പോയി മന്ത്രിയാവുന്നതിന് മുമ്പ് പോകാത്ത ബാബു എത്ര പ്രാവശ്യം വിദേശ പര്യടനം നടത്തി സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുണ്ട്? ഈ കമ്പന്തേനിയിലെ 200 ഏക്കർ സ്ഥലം ബാബുവിന്റെ മകളുടെ അച്ഛന്റെ പേർക്കാണ് മേടിച്ചത്. അങ്ങനെ നിരവധി സ്ഥലങ്ങൾ ബാബുവിന്റെ പേർക്കല്ല മേടിക്കുന്ന എല്ലാ മരുമക്കളുടെ അച്ഛന്റെയും അമ്മയുടെയും പേർക്ക് വസ്തുക്കൾ മേടിച്ചിട്ടുകൊണ്ട് ഏകദേശം 2000 കോടി അടുപ്പിച്ചുള്ള ആസ്തി സമ്പാദിച്ചിട്ടുള്ളതായിട്ടാണ് രേഖകൾ കാണുന്നത്. പക്ഷെ ഇതൊന്നും നമുക്ക് ബാബുവിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കാനായിട്ട് കഴിയുന്നില്ല. ഈ ജനങ്ങളിലേക്ക് ഇറങ്ങി വരികയും ഈ സാധാരണക്കാരനായി അഭിനയിക്കുകയും മറ്റൊരു സ്ഥലത്തിൽ കോടികളുടെ സമ്പത്ത് ഇതിലൂടെ നേടിയെടുക്കുകയും ചെയ്യുന്ന ഈ കള്ളന്മാരാണ് പലരും ഇപ്പോൾ ഇതിനകത്ത് നിൽക്കുന്നത്. കച്ചൂലികം എന്ന് പറയുന്നത് അവരുടെ മൗലിക അവകാശമായിട്ടാണ് ഇവരൊക്കെ ഇപ്പൊ നടപ്പാക്കുന്നത്. അതിനുവേണ്ടി എന്ത് പണിയെടുക്കും, എന്തും ചെയ്യും. ഈ രാജ്യത്തെ വേണമെങ്കിൽ വെട്ടിമുറിച്ച് വിൽക്കും. അതിനൊരു ശാശ്വതമായ ഒരു പരിഹാരം ജനങ്ങൾ പ്രതികരിക്കണം. അത് മന്ത്രിയിൽ നിന്ന് തുടങ്ങിയ ഉദ്യോഗസ്ഥരുടെ വരെ ഉണ്ട്. തീർച്ചയായിട്ടും. കാര്യം ഒരു ട്രാൻസ്ഫർ ആൻഡ് പോസ്റ്റിങ്ങിന് പൈസ മേടിച്ചുകൊണ്ട് ഒരു ഉദ്യോഗസ്ഥനെ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ശമ്പളത്തിൽ നിന്ന് എടുത്തിട്ട് അതിന് ട്രാൻസ്ഫർ ആൻഡ് പോസ്റ്റിന് കൈക്കൂലി കൊടുക്കാൻ കഴിയില്ല. അത് കൊടുത്തു കഴിഞ്ഞാൽ ആ പൈസ കടം മേടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ കടം വീട്ടുന്നതിലേക്ക് വേണ്ടി അടുത്ത ദിവസത്തെ ഓഫീസിൽ വരുന്ന ജനങ്ങളിൽ നിന്ന് ആ പൈസ ഈടാക്കും. അതിപ്പോ എല്ലാ തട്ടുകളിലും എല്ലാ മേഖലകളിലും ആരോഗ്യ വകുപ്പായിക്കോട്ടെ എല്ലാ മേഖലകളിലും ഇതങ്ങോട്ട് വളരെയേറെ അഴിമതിയിൽ മുങ്ങി നിൽക്കുകയാണ്. ഈ 518 + 320 ബാറുകൾ പൂട്ടിയ എല്ലാ 3 സ്റ്റാർ 4 സ്റ്റാർ ബാറുകളിലെയും തൊഴിലാളികളുടെ കുടിവെള്ളം അല്ലെങ്കിൽ ആഹാരം മുട്ടിച്ചുകൊണ്ട് നടത്തിയ നടപടികൾ എന്നാൽ 5 സ്റ്റാർ ബാറുകൾക്ക് വേണ്ടി ഇല്ലായ്മ ചെയ്യുന്നു. ഒരു നിലവാരവും ഇല്ലാത്തത്. നോക്കൂ ശ്രീ ബിജു രമേശ്, ഈ ബാറിൽ ഇമ്പോർട്ടഡ് ആയിട്ടുള്ള മദ്യങ്ങൾ വേണമെന്നുണ്ട്. 5 സ്റ്റാറിൽ അവിടെ ഇമ്പോർട്ട് മദ്യമില്ല. ജാക്ക് ഡാനിയൽ പോലെയുള്ള ഫേമസ് മദ്യങ്ങൾ ഉണ്ടാകും. ജോണി വാക്കർ, ഒരുപക്ഷെ ആ പേരുകൾ പറയുന്നത് ഭൂഷണമല്ലാത്തതുകൊണ്ട് സോറി, അത്തരത്തിൽ ഇമ്പോർട്ടഡ് മദ്യം ഉണ്ടാകും. പക്ഷേ ഇവിടെ അതില്ല. 1. 2 വില കുറഞ്ഞ മദ്യങ്ങളുണ്ട്. ഒരുപക്ഷെ പൊതുമേഖലയിൽ ഉള്ള മദ്യം, ജവാൻ എന്ന പേരിലുള്ള മദ്യം, ഒരുപക്ഷെ ബിവറേജസിൽ പോലും അതില്ല എന്ന് പറഞ്ഞുകൊണ്ട് വാർത്ത ചില പത്രങ്ങളിൽ കണ്ടു. ആ മദ്യം പോലും ഈ 5 സ്റ്റാറിന്റെ ലോക്കൽ ബാറിൽ സുലഭം. എന്തൊരു നഗ്നമായ നിയമലംഘനം! നിങ്ങളൊക്കെ ഇവിടെ ഇല്ലേ? നിങ്ങൾക്ക് എന്തു തരത്തിൽ ഇതിനെതിരെ പ്രതിഷേധിക്കാനാകും? ശ്രീ രാജ്കുമാർ, ക്ഷമിക്കണം, ബിജു രമേശ്. നമുക്കിതിനകത്ത് പ്രതിഷേധിച്ചിട്ട് കാര്യമൊന്നുമില്ല. കാര്യം മന്ത്രി അതിന് കാര്യമായ തുകകൾ അവിടെ നിന്ന് വാങ്ങിയതിനു ശേഷമാണ് നിയമലംഘനമായി ഈ പ്രവർത്തിക്കുന്ന ഈ ബാറുകൾക്ക് കണ്ണടക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ 2 ബാർ അവിടെ പ്രവർത്തിക്കാനായിട്ട് അബ്കാരി നിയമത്തിലോ ചട്ടത്തിലോ അങ്ങനെ ഒരു കാര്യമില്ല. അപ്പൊ ഈ പ്രവർത്തിക്കുന്ന 2 റേറ്റിൽ വിൽക്കുന്നത് തന്നെ തെറ്റാണ്. അതുപോലെ 2 ബാറായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ബാറും മാത്രമേ നിയമത്തിൽ പറയുന്നുള്ളൂ. പിന്നെ എങ്ങനെയാണ് ഈ 2 ബാർ നടത്തുന്നത് എന്നുള്ളത്? അപ്പൊ ഒരു ബാർ അനധികൃതമായി നടത്തുന്നു. ആ അനധികൃതം ആയിട്ട് നടത്തുന്നതിന് എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെയും ഈ മന്ത്രിയുടെയും കൺകറൻസ് ഇല്ലാതെ ഒരിക്കലും അത് നടത്താൻ കഴിയില്ല. കാര്യം അവർ നടത്തുന്നുണ്ടെങ്കിൽ മന്ത്രി അങ്ങോട്ട് നോക്കണ്ട എന്ന് പറയുന്നത് കൊണ്ടാണ് ഉദ്യോഗസ്ഥർ പോകാത്തത്. തീർച്ചയായും അടിവരയിടേണ്ടത് തന്നെയാണ്. മന്ത്രി പറഞ്ഞിട്ടുണ്ട് അങ്ങോട്ടേക്ക് നോക്കരുത് എന്ന്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ 5 സ്റ്റാർ ബാറുകളിൽ ഇങ്ങനെ ലോക്കൽ ബാറുകൾ നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്നതെന്ന്. ഇപ്പോൾ നമ്മോടൊപ്പം മദ്യ ഉപഭോക്തൃ സമിതിയുടെ നേതാവ് കൂടിയായ സദാനന്ദൻ ചേരുകയാണ്. ദാമോദരൻ ചേരുകയാണ്. ദാമോദരൻ, താങ്കൾക്ക് കേൾക്കാമോ? കേൾക്കാം. അതായത് ക്യൂ നിന്നുകൊണ്ട് വെയിലേറ്റുകൊണ്ട് ബിവറേജിൽ നിന്ന് വാങ്ങുന്നു. ബാറുകൾ പൂട്ടിയതിന്റെ ഫലമായി ഒരുപാട് മദ്യ ഉപഭോഗത്തിൽ തന്നെ അശാസ്ത്രീയമായ ഇത്തരത്തിൽ നടപടികൾ കൊണ്ട് മദ്യം ഉപഭോഗം നിർബന്ധമായ ആൾക്കാർ പോലും വലയുന്നു. അല്ലെങ്കിൽ അവരെ ഒന്നും മദ്യ ഉപഭോഗത്തിന്റെ കാര്യത്തിൽ തടയിടുന്നത് ഇങ്ങനെയല്ല, അശാസ്ത്രീയമായ രീതിയാണ് സർക്കാർ ചെയ്തതെന്നൊക്കെയുള്ള ആക്ഷേപം ഒരു ഘട്ടത്തിലുണ്ട്. എന്നാൽ ഇത് നല്ലതാണ് എന്ന് പറയുന്ന മറ്റൊരു ഘട്ടമുണ്ട്. പക്ഷേ ഇതൊക്കെ വെള്ളത്തിലാകുന്നു എന്നതാണ് 5 സ്റ്റാർ ബാറുകളിലെ ലോക്കൽ ബാറുകൾ വഴി ഞങ്ങൾക്ക് ബോധ്യമായത്. എന്തൊക്കെയാണ് താങ്കൾക്ക് ഈ വിഷയത്തിൽ പ്രതികരിക്കാനുള്ളത്? ഇതിപ്പോ മൊത്തത്തിൽ കേരളത്തിൽ ഇന്ന് നടക്കുന്നത് ഇപ്പൊ മദ്യ നിരോധനമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് എന്നാണ് എല്ലാവരും പറയുന്നത്, ഭരണകക്ഷികൾ. പക്ഷെ യഥാർത്ഥത്തിൽ ഒരു മദ്യ നിരോധനവും ഇന്ന് കേരളത്തിൽ ഇല്ല എന്നതാണ് സത്യം. ഇപ്പോ 700 ബാറുകൾ പൂട്ടി എന്ന് പറയുന്നത് ഒരു ബാറും പൂട്ടിയിട്ടില്ല. എല്ലായിടത്തും വീര്യം കൂടിയ ബീറ് അല്ലെങ്കിൽ വൈനിലൊക്കെ ആൽക്കഹോൾ കണ്ടന്റ് 15%. അതിലും കൂടിയ വ്യാജൻ സാധനങ്ങളാണ് ഇപ്പോൾ കേരളത്തിലെ എല്ലാ ബാറുകളിലും വിറ്റുകൊണ്ടിരിക്കുന്നത് എന്നാണ് എന്റെ അറിവ്.
അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പ്രശ്നം 5 സ്റ്റാർ ബാറുകൾക്ക് അനുമതി കൊടുക്കുകയും അവിടെ തന്നെ ലോക്കൽ കൗണ്ടർ വേറെ തുറന്ന് വില കുറഞ്ഞ മദ്യം വിൽക്കുകയും ചെയ്യുന്നു. ഇതൊക്കെ തന്നെ കേരള സർക്കാരിന്റെ, നിലവിലുള്ള സർക്കാരിന്റെ വ്യാജമായ മദ്യനയത്തിന്റെ ഫലമാണ്. കോടികൾ വാങ്ങിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പാവപ്പെട്ട ആളുകൾ എന്ത് ചെയ്യുന്നു? ഈ പറഞ്ഞ പോലെ പേമാരിയിലും പൊരിവെയിലും വെയിലത്ത് നിന്ന് 3 മണിക്കൂറൊക്കെ ക്യൂ നിന്നാണ് 60 രൂപയുടെ സാധനം 360 രൂപയ്ക്കൊക്കെ വാങ്ങിക്കുന്നത്. ബിവറേജ് കോർപ്പറേഷൻ ഡിസ്റ്റിലറികളിൽ നിന്നും മദ്യം വാങ്ങിക്കുന്നതിന്റെ എത്രയോ ഇരട്ടി വിലയ്ക്കാണ് മദ്യം സാധാരണ പാവങ്ങൾക്ക് വിൽക്കുന്നത്. യഥാർത്ഥത്തിൽ 80 ലക്ഷത്തോളം വരുന്ന കേരളത്തിലെ സാധാ മദ്യ ഉപഭോക്താക്കളെ അവരുടെ ചോര കുടിച്ചിട്ടാണ് ഈ സർക്കാർ കൊഴുത്തുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഈ മദ്യപാനികളായതുകൊണ്ടും അവർ പാവങ്ങളായതുകൊണ്ടും അവർക്കെതിരെ എന്ത് അനീതിയും പ്രവർത്തിക്കാം ആരും ചോദ്യം ചെയ്യില്ല എന്ന ഉറച്ച വിശ്വാസത്തിലാണ് മന്ത്രി ബാബുവും ഈ ഗവൺമെന്റും ഒക്കെ ഇത്തരം നടപടികൾ സ്വീകരിക്കും. പക്ഷേ ശ്രീ ദാമോദരൻ അതായത് മദ്യ ഉപഭോഗം പടരാതിരിക്കാൻ അല്ലെങ്കിൽ മദ്യം പ്രചരിക്കാതിരിക്കാൻ ഒക്കെ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ നിയന്ത്രണം എന്നാണ് സർക്കാർ പറയുന്നത്. പക്ഷേ അതിന്റെ ആത്മാർത്ഥതയല്ലേ ചോദ്യം ചെയ്യുന്നത്? 5 സ്റ്റാർ ബാറുകളിൽ എക്സിക്യൂട്ടീവ് ബാറിന് പുറമെ പ്രത്യേക ലോക്കൽ കൗണ്ടർ ഇട്ട് ആർക്കും കയറി മദ്യപിക്കാവുന്ന അവസ്ഥ ഉണ്ടാക്കുന്നു. ബാക്കി ബാറുകളൊക്കെ പൂട്ടി തൊഴിലാളികളുടെ വെള്ളം കൂടി മുട്ടിച്ചു. ഇത് അനീതിയല്ലേ? അതെ, തീർത്തും അനീതിയാണ്. അനീതിയും അക്രമവും അന്യായ വിലയും തോന്നിവാസവും ഒക്കെ തന്നെയാണ് കേരളത്തിലെ മദ്യനിരോധന നയം എന്ന് പറഞ്ഞ് ഇന്ന് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിലൊന്നും യാതൊരു ധാർമ്മികതയുമില്ല. തീർച്ചയായും വളരെ നന്ദി ഈ ഘട്ടത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്. അവസാനമായി ബിജു രമേശിലേക്ക്. ബിജു രമേശ്, ഈ 5 സ്റ്റാർ ബാറുകളുടെ പേരിൽ ഇപ്പോൾ 6 ബാറുകൾ അനുവദിച്ചതിലും അഴിമതി ഉണ്ടെന്ന് താങ്കൾ അടക്കമുള്ളവർ ആരോപിക്കുന്നു. മദ്യനയത്തിൽ വരുത്തിയ വിള്ളലുകളാണ് എന്ന് മറുവശം പറയുന്നു. പക്ഷേ അപ്പോഴും ഉമ്മൻചാണ്ടിയും കെ ബാബുവും ഒക്കെ ഇടാവിട്ട് ന്യായങ്ങളാണ് അതിന് നിരത്തിയത്. ഒരു പക്ഷേ ഈ 5 സ്റ്റാർ ബാറുകളിലെ ലോക്കൽ ബാറുകൾ പുറത്തേക്ക് കൊണ്ടുവരുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ്? അവസാനമായി ശ്രീ ബിജു രമേശ്. 5 സ്റ്റാർ ഹോട്ടലിലെ ലോക്കൽ ബാറുകൾ എന്ന് വെച്ചാൽ സാധാരണ നിലവാരം കൊടുക്കിയ പഴയ ഹോട്ടലുകളിലെ ബാറുകളുടെ അവസ്ഥയിലേക്ക് തന്നെയാണ് അത് പറ്റിയിട്ടുള്ളത്. ഒരു 5 സ്റ്റാർ ഹോട്ടലും അങ്ങനെ നിലവാരം കുറയാ ഇങ്ങനെ ലോക്കൽ ക്രൗഡ് വരാൻ പാടില്ലാത്തതാണ്. അവർക്ക് അവിടെ വരുന്നത് ആ ഒരു ബിസിനസ് ക്ലാസ് ലെവലാണ്. ആ ക്ലാസ്സിനാണ് ആ 5 സ്റ്റാർ കൊടുക്കുന്നത്. ലുങ്കി കൊടുത്തുകൊണ്ട് ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ ആരും കയറി പോകാറില്ല, കയറാൻ അനുവദിക്കത്തുമില്ല. അത് ഒരു ഡ്രസ് കോഡ് തന്നെ അവിടെ ഉണ്ട്. അപ്പൊ അതിലൊക്കെ അതുകൊണ്ടാണ് വേറെ വഴി കൊടുത്തിരിക്കുന്നത് ശ്രീ ബിജു രമേശ്. അതെ, അപ്പൊ അനധികൃതമായി ഇത് ബാറ് നടത്തുന്നതിലേക്ക് വേണ്ടി നിയമം കൈവിട്ട് അവർക്ക് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിന് പ്രത്യേകമായ പാരിതോഷികം ഇവർ കൈപ്പറ്റാൻ ആരും ചെയ്യത്തില്ലല്ലോ. അപ്പൊ അവർക്ക് 2 ബാർ എങ്ങനെയാണ് നടത്താൻ അനുവാദം കൊടുക്കുന്നത്? ഒരു ബാറ് 5 സ്റ്റാറും ഒരു ബാറ് അല്ലാത്ത ഒരു സ്റ്റാറും ഇല്ലാത്ത ബാറുമായി നടത്താനായിട്ട് പ്രവർത്തിക്കാൻ കൊടുക്കുമ്പോൾ ഗവൺമെന്റ് തലത്തിലും ഡിപ്പാർട്ട്മെന്റ് തലത്തിലും അതിന് മൗന സമ്മതം കൊടുത്തുകൊണ്ടേ ചെയ്യുന്നത്. അപ്പൊ അതിനുവേണ്ടി അവിടെ വിൽക്കുന്നതോ ബാറുകൾ ഇല്ലാത്തതുകൊണ്ട് ഇന്നിപ്പോൾ ഒരു 10 ബാറിന്റെ കച്ചവടങ്ങളാണ് ഓരോ ഹോട്ടലിൽ നടക്കുന്നത്. അവിടെ ലക്ഷക്കണക്കിന് രൂപയുടെ വരുമാനം അവർക്ക് ലഭിക്കുന്നുണ്ട്. അതിന്റെ പങ്ക് ഇവർക്കും കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അതായത് ശ്രീ ബിജു രമേശ്, നിങ്ങളുടെ കയ്യിൽ നിന്നൊക്കെ പണ്ട് പിരിച്ചിരുന്നത് ഇപ്പോൾ കുറഞ്ഞ 5 സ്റ്റാർ ബാറുകളുടെ കുറവിൽ എണ്ണത്തിൽ കുറവുള്ള 5 സ്റ്റാർ ബാറുകളുടെ പക്കൽ നിന്ന് പിരിക്കുന്നുണ്ട് എന്നാണോ? രണ്ടിടത്തു നിന്നാണ് വരുന്നത്. ഒന്ന് ഇവരിൽ നിന്ന് ചോദിക്കുന്ന പൈസ അവർ കൊടുക്കാൻ. കാര്യം ഒരു ബാറുകളിൽ 15-20 ലക്ഷം രൂപ അവിടെ സെയിൽ നടക്കുമ്പോൾ സാധാരണ ബാറിൽ 1-2 ലക്ഷം രൂപ വിറ്റുന്നിടത്ത് 20-25 ലക്ഷം രൂപ ഈ ഹോട്ടലുകളിൽ ഇപ്പൊ സെയിൽസ് നടക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു വിഹിതം അവർ കൊടുക്കുന്നതിന് അവർ തയ്യാറാണ്. അതുകൂടാതെ തന്നെ ഈ കമ്പനിക്കാർ തന്നെ 50 തൊട്ട് 100 രൂപ വരെ കേസ് പർച്ചേസ് ചെയ്യുമ്പോൾ ഇൻസെന്റീവ് ഹോട്ടലുകൾക്ക് നൽകിയിരുന്നു. ആ ഇൻസെന്റീവ് ഇപ്പൊ ആരുടെ കയ്യിലാണ് പോകുന്നത്? ആ ഇൻസെന്റീവ് കൃത്യമായി എക്സൈസ് മന്ത്രിയുടെ കയ്യിലേക്കാണ് പോകുന്നത്. അപ്പൊ ഈ രീതിയിലുള്ള ഒരുപാട് കോടിക്കണക്കിന് രൂപ മറ്റ് ബാർ പൂട്ടിയതിലൂടെ വേറൊരു കമ്പനി ഡിസ്റ്റിലറിയിൽ നിന്നുമുള്ള വരുമാനം ഇൻസെന്റീവിന്റെ ഭാവം മന്ത്രിക്ക് ലഭിക്കുന്നുണ്ട്. ഇതൊക്കെ ഒരു കൂടുതൽ അവർ മെച്ചപ്പെടാനുള്ള സാധ്യതകളാണ് അവർക്ക് വഴി തുറന്നു കൊടുത്തത്. അപ്പോൾ അഴിമതിക്കാർ ഇതൊക്കെ കോമ്പൻസേറ്റ് ചെയ്യുന്നുണ്ട്. ശ്രീ ബിജു രമേശ്, വളരെ നന്ദി. അവര് ബാറ് പൂട്ടിയതിൽ സന്തോഷമേ ഉള്ളൂ. കാര്യം ബാറ് പൂട്ടിയതിനേക്കാളും കൂടുതൽ ബാറുകാരിൽ നിന്നും കളക്ട് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ പൈസ ഡിസ്റ്റിലറികളിൽ നിന്നും കളക്ട് ചെയ്യാൻ കഴിഞ്ഞപ്പോൾ അതിന്റെ ഇടയിൽ പ്രൈസ് ഇൻക്രീസ് അവർ അത് കൊടുത്തപ്പോൾ തന്നെ ഓരോ കമ്പനിക്കാരിൽ നിന്നും 400-200 കോടി രൂപ വെച്ചൊക്കെയാണ്
അന്ന് മേടിച്ചതായിട്ടാണ് പറഞ്ഞത്. തീർച്ചയായും വ്യക്തമാണ് ശ്രീ ബിജു രമേശ്. 5 സ്റ്റാർ ബാറുകളിലെ ലോക്കൽ ബാറുകളുമായി ബന്ധപ്പെട്ട് ഭരണാധികാരികൾ മുതൽ ഉദ്യോഗസ്ഥർ വരെ നടത്തുന്ന വലിയ അഴിമതിയെ സംബന്ധിച്ചുള്ള സൂചനകൾ കൂടിയാണ്, വ്യക്തമായ സൂചനകളാണ് ബിജു രമേശും നൽകിയത്. 5 സ്റ്റാർ ബാറുകളുടെ പേരിൽ ലുങ്കി കൗണ്ടറുകൾ എന്ന ഓമന പേരിൽ അനധികൃത ബാറുകൾ പ്രവർത്തിക്കുന്നു. ഉദ്യോഗസ്ഥർ പക്ഷേ അറിയുന്നുമില്ല.